എൻ്റെ സുവിശേഷം 11-ാം അധ്യായം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത് ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഈസ്കര്യോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കൽ ആകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. വളരെ ചെറിയ ഒരു ചിന്തയാണ്, പക്ഷേ മുന്നോട്ടുള്ള നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ദൈവം എപ്പോൾ കൂട്ടി വരുത്തിയാലും നമ്മളോട് സംസാരിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളോട് സംസാരിക്കേണ്ടത് കർത്താവാണ്, ഒരു മാനുഷികമായ ശബ്ദമല്ല നമ്മൾ കേൾക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 11-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു പെസഹ പെരുന്നാളുമായി ബന്ധപ്പെട്ട ആലയത്തിൽ വരും എന്ന് വിചാരിച്ച് പള്ളിപ്രമാണികളും സദൂക്യന്മാരും മറ്റുള്ള പരീശന്മാരും ഒക്കെ യേശു കർത്താവിനെ പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിടിക്കണം എന്നുള്ള മനഃപൂർവമായ തീരുമാനങ്ങളിൽ കർത്താവിനെ കാത്തു നിൽക്കുമ്പോൾ പതിവിന് വിപരീതമായി ഉത്സവത്തിന് അല്ലെങ്കിൽ പെരുന്നാളിന് പോകാതെ കർത്താവ് വന്നത് ക്ഷണിക്കാത്തൊരു ഭവനത്തിലാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ക്ഷണിച്ചിട്ടാണ് വന്നത്. എന്നാൽ 12-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ കർത്താവ് വന്നത് ക്ഷണിക്കാതെ ഒരു അതിഥിയായി വരികയാണ്. സാധാരണ പോകേണ്ടത് പെസഹ പെരുന്നാളിലാണ്, പക്ഷേ കർത്താവ് വന്നത് ഈ ഭവനത്തിലാണ്. ഈ ഭവനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ നോക്കിയ ബെഥാനിയുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുമ്പോൾ മരണം കൊടികുത്തി വാഴുന്ന ഒരു ദേശം. ഒരു പരിധി കഴിഞ്ഞാൽ പുരുഷന്മാരെല്ലാം ചത്തൊടുങ്ങുന്ന അല്ലെങ്കിൽ കുടുംബത്തെ നയിക്കുന്ന നായകന്മാരായിട്ടുള്ള ഗൃഹനായകന്മാരായിട്ടുള്ള ആൾക്കാരെ കൊന്നുകളയുന്ന ഒരു പൈശാചിക മേഖലകൾ നടമാടുന്ന ഒരു ദേശത്തെ ആണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെയാണ് ഈ ഭവനത്തിൻ്റെ പ്രത്യേകത. അപ്പനും അമ്മയും 3 മക്കളും 2 പെൺമക്കളും ഒരു ആൺതലമുറ ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് അപ്പനും അമ്മയും നഷ്ടപ്പെടുന്നു. അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് പിന്നീട് അങ്ങോട്ട് ഈ പെൺമക്കൾക്ക് അല്ലെങ്കിൽ ഈ സഹോദരിമാർക്ക് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ സഹോദരനാണ്. ആ ലാസർ എന്ന് പറയുന്ന ആ സഹോദരനും ഈ 2 സഹോദരിമാരുമായിട്ട് മുന്നോട്ട് വളരുകയാണ്. നമുക്കറിയാം, അനാഥരായിട്ടുള്ള അല്ലെങ്കിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ വളരെ മോശമാണ്. വളരെ കൈപ്പേറിയ അനുഭവത്തിലൂടെ അവർ മുന്നോട്ട് നടക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഈ 2 സഹോദരിമാരെ വിവാഹം കഴിച്ച് അയക്കുവാനും അവരെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു ലാസർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടല്ലോ. അത് വലിയൊരു പ്രത്യാശയായിരിക്കുമ്പോൾ തന്നെ ആ ഭവനത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു പണക്കാരനായ കുഷ്ഠരോഗിയായ ശിമോൻ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചാൽ കഷ്ടിച്ച് ബുദ്ധിമുട്ടി പോകുന്ന കർത്താവ് ഈ വീട്ടിൽ നിരന്തരം അല്ലെങ്കിൽ നിത്യമായിട്ടുള്ളൊരു സന്ദർശകനായിരുന്നു. പ്രൈസ് ലോർഡ്. കാരണം ആ വീടിൻ്റെ സ്ഥിതി കർത്താവിന് അറിയാം. കർത്താവ് എപ്പോഴും പോകുന്നത് പണക്കാരെ അല്ലെങ്കിൽ എല്ലാം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പുരോഹിതന്മാരെ പാഷന്മാരെ വിളിച്ച് അത്താഴം കൊടുത്ത് ഗമ കാണിക്കുന്നവരുടെ വീട്ടിലല്ല. പ്രത്യേകിച്ച് വ്യസനിച്ചിരിക്കുന്ന, തകർന്നിരിക്കുന്ന, കൈപ്പേറിയ അനുഭവത്തിലിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന, ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ത്യജിക്കപ്പെട്ട, ആരുമില്ലാത്ത അനാഥരായിരിക്കുന്നവരുടെ ഭവനത്തിൽ കടന്നു പോകുന്ന കർത്താവ്. ഹല്ലേലൂയ. ആ ഭവനത്തിനകത്ത് നിരന്തരമായിട്ട് നിത്യമായി സന്ദർശിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവർ സന്തോഷത്തോടെ കൊടുക്കുന്ന ഭക്ഷണം പലപ്പോഴായി കഴിക്കുകയും, അതുകൊണ്ട് തന്നെ മാർത്തയാണ് കൂടുതലും അടുക്കളയ്ക്കകത്ത് കയറി കർത്താവിന് വേണ്ടെന്നുള്ള ഭക്ഷണമെല്ലാം ഒരുക്കി കൊടുക്കും.
മറിയ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ മറിയയും ലാസറും ഒക്കെ ഇരുന്ന് ദൈവവചനം കേൾക്കും. വളരെ മനോഹരമായ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ബെഥാനിയ, ഏത് ദേശത്തെയും ഏത് ഭവനത്തെയും ആരും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ചില സർപ്പശക്തികൾ കാണും, ചില മരണശക്തികൾ കാണും. അന്ന് പെട്ടെന്ന് പൊടുന്നനെ എന്ത് ചെയ്തു? ദീനമായി ലാസർ കിടക്കുകയാണ്. ഹല്ലേലൂയ! പെട്ടെന്നൊരു ദീനം. പക്ഷെ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ദീനം മരണത്തിനായിട്ട് അത് ഹേതുവായി മാറുമെന്ന് ആ കുടുംബം ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ, നിലച്ചിരിക്കാത്ത നാഴികയിൽ ഇടുത്തി പോലെ വന്നതായ പ്രതികൂലത്തിന്റെ നടുവിൽ ആ രണ്ട് സഹോദരിമാർ ഓടിച്ചെന്ന് കർത്താവിനോട് പറഞ്ഞു. യേശു കർത്താവിനോട് പറയുകയാണ്, എൻ്റെ സഹോദരൻ ദീനമായി കിടക്കുന്നു, ഞങ്ങളുടെ ഭവനത്തിൽ വരണം. ഹല്ലേലൂയ! ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദിനം പ്രതി ആ വീട്ടിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിന്ന കർത്താവ് അന്ന് മാത്രം, ആ ഒരു പ്രാവശ്യം മാത്രം അവരുടെ നിലവിളി കേട്ട്, അല്ലെങ്കിൽ അവരെ ക്ഷണിച്ചിട്ട് ഒരു 2-3 ദിവസം അവിടെ വെയിറ്റ് ചെയ്യാനിടയായി. ഹല്ലേലൂയ! പിന്നീട് കർത്താവ് ചെന്ന് പറയുകയാണ്, ഈ ദീനം ഒരിക്കലും മരണത്തിനായിട്ടല്ല, ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരു വ്യക്തി മരിക്കാൻ കിടക്കുന്നെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ ചെന്ന് പിന്നെ ഇന്ന അച്ചായ മരിക്കാൻ കിടക്കുകയാണ്, അദ്ദേഹത്തെ ഒന്ന് കാണാം, മരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെന്ന് കാണാമെന്നുള്ളൊരു മര്യാദയിൽ അവരുടെ വീട്ടിൽ നമ്മൾ പോവുകയും, നമ്മൾ ആ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ചെന്ന് കാണും. ചെന്നതിന് ശേഷം തിരിച്ച് വന്ന് വീട്ടിൽ നിന്ന് പറയും, അങ്ങേറ്റം പറ്റി, ഏകദേശം അങ്ങായി, ഉടനെ തന്നെ വാർത്ത കേൾക്കാൻ പറ്റും, മരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു മരണ വാർത്ത കേൾക്കാൻ വേണ്ടി മരിക്കാൻ കിടക്കുന്നവനെ ചെന്ന് കണ്ടതിന് ശേഷം നമ്മൾ കാത്തിരിക്കും. അതുപോലെ തന്നെ 2-3 ദിവസം കഴിയുമ്പോൾ മരണ വാർത്ത കേൾക്കാം. മരിച്ചതിന് ശേഷം നമ്മൾ അവിടെ ചെന്നൊന്ന് കരയും, അനുശോചനം വേണമെങ്കിൽ രേഖപ്പെടുത്തും. നമ്മൾ പറയും, അന്ന് വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത നമ്മൾ ആ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് പറയും, നല്ലവനായിരുന്നു. ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ അടുക്ക വന്നിട്ടുണ്ട്, ഒരു നാഴി അരി വാങ്ങിക്കാൻ 100 രൂപ ചോദിച്ചിട്ടുണ്ട്, വിട്ടുപോടാ സാത്താനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് പാവം, അന്ന് 100 രൂപ ചോദിച്ചത് കൊടുക്കാമായിരുന്നു. ഹല്ലേലൂയ! മരിച്ചതിന് ശേഷം നമ്മൾ ചെന്ന് പറയും, എത്രയോ വർഷം ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു, പക്ഷേ അതിനേക്കാൾ ഉപരി ഞങ്ങൾ വലിയ വഴക്കായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അതങ്ങ് തീർത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാനുള്ളതായിരുന്നു. എല്ലാം ആയിരുന്നു. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യാറില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യനെ നോക്കി, നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് താങ്ക് യു, നിങ്ങൾ എനിക്കൊരു അനുഗ്രഹമായിരുന്നു, നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും ഞാൻ ആസ്വദിച്ചിരുന്നു, ഒരു സന്തോഷമായിരുന്നു നിങ്ങളെ കാണുന്നത്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നത് ഒരു അനുഗ്രഹമായിരുന്നു, നിങ്ങളുമായിട്ടുള്ള ആത്മീക ബന്ധം എനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അങ്ങനെ എന്തെല്ലാം നമുക്ക് പറയാം. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ, കരുതാം, അവർക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം, അവർക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കാം. മരിച്ചതിന് ശേഷം വായ്ക്കകത്ത് ഒരിക്കലും തുറക്കാത്ത വായ തുറന്ന് ബലാത്കാരമായി പിടിച്ച് ഒരു 3-4 കുറച്ച് അരി വാരി ഇട്ടിട്ട് ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം സാധിക്കും. പക്ഷെ നമ്മൾ ചെയ്യില്ല. കാരണം വൈരാഗ്യ ബുദ്ധി, പക, ഇതെല്ലാം ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമുക്കുള്ളത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വൈരാഗ്യമില്ല, പകയില്ല, ഒന്നുമില്ല. അവൻ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ അവിടെ വന്ന് കരയും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചു കിടക്കുന്നവന് ഒരല്പം 5 മിനിറ്റ് കർത്താവ് ആയുസ് കൊടുത്താൽ അവൻ എഴുന്നേറ്റ് വന്ന് അവിടെ നിൽക്കുന്ന എല്ലാവരെയും അടിക്കും. ഹല്ലേലൂയ! ഇവൻ ആരാണെന്ന് അറിയാമോ? കർത്താവേ, ഇവൻ ആരാണെന്നറിയാം? ഇവൻ എന്നെ ബാക്കിൽ നിന്ന് കുത്തിക്കൊല്ലാൻ നടന്നവനാ. ഇവൻ എന്നെ ഷേക്കൻ്റെ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ കാതിൽ ചീത്ത വിളിച്ചവനാ. ഇവനാ ഇപ്പൊ ഇന്ന് കരയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഇതുവരെ ആരും എഴുന്നേറ്റില്ല. യേശു ക്രിസ്തു മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. ഹല്ലേലൂയ! കർത്താവ് യേശു മാത്രമേ ഇതുവരെ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ ഈ ലാസറിൻ്റെ മരണവുമായി, അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് മാനുഷികമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. അവിടെ ചെന്ന് അനുശോചനമൊക്കെ രേഖപ്പെടുത്തും. അത് കഴിഞ്ഞ് 16 അടിയന്തരത്തിന് പോകും, ഇഡ്ഡലി സാമ്പാർ നമ്മൾ കഴിക്കും. പിന്നെ അവൻ്റെ കാര്യം തീർന്നു. പ്രൈസലോ! കുറച്ച് ദിവസം ആ വ്യക്തി കുറച്ച് നാളും കൂടെ ആ വീട്ടിൽ ഫോട്ടോയായിട്ട് തൂങ്ങിക്കിടക്കും. ഒരുപാട് ദിവസം കഴിയുമ്പോൾ ആ ഫോട്ടോ അവിടെ കാണത്തില്ല. പക്ഷേ ഇവിടെ കർത്താവ് അങ്ങനെയുള്ള ഒരാളല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! എന്ന പകരം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത,
എപ്പോഴും കർത്താവ് മരിച്ചതിന് ശേഷമാണ് കർത്താവിൻ്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയിൽ യായിറോസിൻ്റെ മകൾ മരിച്ചതിന് ശേഷം അവിടെ ചെന്നു, ലാസർ മരിച്ചതിന് ശേഷം അവിടെ ചെന്നു, നയീനിലെ വിധവയുടെ മകൻ മരിച്ചതിന് ശേഷം അവിടെ ചെന്നു. പക്ഷേ കർത്താവ് മരിച്ചതിന് ശേഷം അവിടെ ചെല്ലുന്നത് അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല, ഇഡ്ഡലി സാമ്പാറും കഴിക്കാനല്ല. കർത്താവ് ചെല്ലുന്നത് അവനെ എഴുന്നേൽപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ ശക്തിയുള്ള ഒരുവനെ ഈ ഭൂമിയിലുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് മരിച്ചവനല്ല. പ്രൈസ് ദി ലോർഡ്. അവനെ ഓർത്ത് കരയേണ്ടവരല്ല നമ്മൾ, അവനെ ഓർത്ത് ദുഃഖിക്കേണ്ടവരല്ല നമ്മൾ. ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും ഇതിനകത്തിരിക്കുകയാണെങ്കിൽ നീ ഇന്ന് ജീവനോടുകൂടി ഇരിക്കുന്നത് കർത്താവ് നിന്റെ അകത്ത് വസിക്കുന്നത് കൊണ്ടാണ്. അവൻ ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരും ഒരു ഹല്ലേലൂയ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടല്ല, ഒരു ചലിക്കുന്ന വ്യക്തിയായി മാറണം, സന്തോഷിക്കുന്ന വ്യക്തിയായി മാറണം, ആരാധിക്കുന്നവനായി മാറണം. കാരണം നീ അവസാനിക്കേണ്ടതാണ്. നിന്നെ ഒടുക്കത്തെ കെട്ട് ചില കെട്ടുകൾ കെട്ടിയതാ. നിന്റെ ജീവിതം കയ്പിന്റെ അനുഭവമായതാ, തകർന്നു പോയതാ. പക്ഷേ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് അവൻ കല്ലറകൾക്കകത്ത് ഒതുങ്ങുന്നവനല്ല. ഒതുക്കാൻ ശ്രമിച്ച സകല റോമ സാമ്രാജ്യത്തിന്റെ ഹല്ലേലൂയ സകല മുദ്രകളെയും പൊട്ടിച്ചുകൊണ്ട് യുഗങ്ങളുടെ പാറയായ ക്രിസ്തു ഹല്ലേലൂയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവന്റെ കല്ലറയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെ കല്ലറയുടെ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവ് ഇവിടെ ഇല്ല. മരിച്ചതിന് ശേഷം ഈ ലോകത്ത് ഒരു മനുഷ്യൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവനോടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവരെല്ലാം വീണ്ടും മരിച്ചു. ഹല്ലേലൂയ. പക്ഷേ യേശുക്രിസ്തു മാത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. ഞാൻ മരണത്തെ തോൽപ്പിച്ചവനത്രേ. മരണപാശങ്ങൾക്ക് എന്നെ പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്കും പറയാൻ സാധിക്കും, നമ്മൾ മരിക്കും, നമ്മളെല്ലാവരും മരിക്കും. പക്ഷേ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും നീയും പ്രത്യാശയോടെ ഇന്ന് കാത്തിരിക്കുന്ന വാനമേഘങ്ങളിൽ വന്ന് നമ്മെ പേര് ചൊല്ലി വിളിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നിത്യതയുടെ അവകാശിയാക്കി മാറ്റി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണിക്കുവാൻ പേരെഴുതുവാൻ തക്കവണ്ണം നമ്മെ വേർതിരിച്ച് വിളിച്ച ആ ദൈവം, ആ കർത്താവിനോട് കൂടെ നമ്മളും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രത്യാശയുള്ളവർ മാത്രം ഇന്ന് പകൽ കരങ്ങളെ ശക്തിയോടെ അടിച്ച് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇരിക്കുന്ന സകല മനുഷ്യരും ഇന്ന് പകൽക്കാലം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, മഹനീയമായ ആ യേശുവിന്റെ നാമം ധരിച്ചിരിക്കുന്ന സഹോദരി സഹോദരന്മാര് പരിപൂർണമായ സന്തോഷത്തോടുകൂടെ ആ ദൈവത്തെ ഒന്ന് ആത്മനിറവിൽ ആരാധിച്ചാട്ടെ. ഇന്ന് പകൽ നമ്മൾ കരയേണ്ട ദിവസമല്ല, നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമത്രേ. കാരണം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ നസ്രായനായ യേശുവിനെ അത്രേ നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ആ ഭവനത്തിനകത്ത് ഇത്രയും കഷ്ടതയും ഭാരവും വേദനയും തകർച്ചയും പിന്നെ ഒരു ശാപവും നരകം പോലെയുള്ള മരണം വാഴുന്ന ആ ഭവനത്തിനകത്ത് യേശുക്രിസ്തു വന്നുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു, പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ബൈബിൾ സ്റ്റഡി എടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ ഭവനത്തിനകത്ത് അതിഭയങ്കരമായൊരു കയ്പിന്റെ അനുഭവം വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവെ ഇങ്ങനെ ഇത്രയും കർത്താവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന, അനുഭവമുണ്ടായിരുന്ന ആ ഒരു ദൈവം നിത്യമായി സന്ദർശിക്കുന്ന ഒരു ഭവനത്തിനകത്ത് ഒരു കയ്പിന്റെ അനുഭവം എന്തുകൊണ്ടാണ് വന്നത്? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകല് ആ കയ്പിന്റെ അനുഭവം എന്തുകൊണ്ട് വന്നു, അതിനെ മാറ്റാൻ ആർക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇത്രയും ദൈവമായിട്ട് ബന്ധമുള്ളവന്റെ ലൈഫിൽ കയ്പ് വരാമോ? ഇത്രയും ദൈവമായിട്ട് ആഴമേറിയ ബന്ധമുള്ള ഒരു ഭവനം. മറിയയ്ക്ക് ഒരു അല്പസമയം പോലും കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് മാറിയിരിക്കാൻ സമയമില്ല. എപ്പോഴും കർത്താവിൻ്റെ മുഖത്ത് നോക്കി ആ ബൈബിൾ പിന്നെ വചനമായിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കയ്പിൻ്റെ അനുഭവം വന്നെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. അന്നേ ഞാൻ പറഞ്ഞതാ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, വഴിയെ പോകണ ഒരു ഉപദേശിയെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റി ബൈബിൾ പഠനവും പ്രാർത്ഥനയും കട്ടൻ ചായ കൊടുപ്പും എന്തൊക്കെയായിരുന്നു പരിപാടി. ഇപ്പോൾ
എന്തായി എന്ന് നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ഇന്ന് പകല് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് നീയല്ല. നീയല്ല കൊടുക്കേണ്ടത്. നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതും നിന്റെ ജീവിതത്തിലെ കയ്പ് എന്തുകൊണ്ട് വന്നു എന്ന് നിന്നോട് ആൾക്കാർ ചോദിക്കുമ്പോൾ നീ ദൈവത്തിന്റെ വചനവുമായി നടക്കുന്നവൻ, നീ പ്രാർത്ഥിക്കുന്നവൻ, നീ ആരാധിക്കുന്നവൻ, നീ ബൈബിൾ എടുത്ത് നടക്കുന്ന, നീ എന്നും രാവും പകലുമില്ലാതെ ആലയങ്ങളിൽ കയറിയിറങ്ങി നടക്കുന്നവൻ, ഉപവാസ പ്രാർത്ഥനകൾ ഒട്ടൊഴിയാതെ നടത്തുന്നവൻ. പക്ഷേ എന്തുകൊണ്ട് നിന്റെ ലൈഫിൽ ഇപ്രകാരം ഒരു കയ്പ് വന്നു എന്ന് ചോദിച്ചാൽ നീ അല്ല അതിന് മറുപടി കൊടുക്കേണ്ടത്. അതിന് ഉത്തരവാദിയായ ഒരുവനുണ്ട്. അതിന് മറുപടി കൊടുക്കേണ്ടത് നീയല്ല. നിനക്കത് കൊടുക്കാൻ സാധിക്കത്തില്ല, നിനക്കതിന് ഉത്തരവില്ല. എന്നാൽ നിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് മനുഷ്യനല്ല. അവൻ നിന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അവന്റെ ശബ്ദം നീ കേട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ കൽപ്പന നീ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ ഹല്ലേലൂയ ഈ വചനം നീ എടുത്തിട്ടുണ്ടെങ്കിൽ, നീ ആ ദൈവവചനം ചുമന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ ഉത്തരം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് കൊടുക്കേണ്ടത്. അവനത് തെളിയിക്കാൻ ശക്തനെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നിന്റെ ജീവിതത്തിലെ കയ്പിന്റെ അവസ്ഥകളെ ഇന്ന് പകൽക്കാലം എന്നേക്കുമായി മാറ്റിയിട്ട് അതിനെ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ശക്തനത്രേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം 4 തലമുറ വരെ മിസ്രയീമിന്റെ അടിമത്ത നുഖത്തിലായിരുന്ന ഇസ്രായേൽ ജനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 4ാം തലമുറ വരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വെറും 70 പേരായി അകത്ത് വന്ന് കയറിയവർ. പിന്നെ ആദ്യം ഒരുവൻ കയറി, പിന്നീട് 70 പേരായി, പിന്നെ ഇതാ 30 ലക്ഷമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 30 ലക്ഷം ജനമായപ്പോൾ ജനം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് ജനത്തിന്റെ വർധനവ് കണ്ടപ്പോൾ അസൂയ പിടിച്ചതായ രാജ്യം ആ ജനത്തെ അടിമത്ത നുഖത്തിലാക്കി കളഞ്ഞു. അവർക്ക് ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല. അവർ പീഡനത്തിന് ഇരയായി മുന്നോട്ട് നീങ്ങുമ്പോൾ കർത്താവായ ദൈവം എന്ത് ചെയ്തു? ഒരു രക്ഷകനെ അവിടെ പുറത്തു കൊണ്ടുവരികയാണ്, മോശയെ. ഹല്ലേലൂയ. പെട്ടെന്നൊരു ദിവസം 4ാം തലമുറ, അത് അബ്രഹാമിനെ ദൈവം വേർതിരിച്ച് ഒറ്റയാനായി വിളിച്ച് വേർതിരിച്ച് ഇറക്കിയപ്പോഴേ പറഞ്ഞു, നിന്റെ സന്തതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമല്ലാത്തൊരു ദേശത്ത് 4 തലമുറ വരെ അടിമത്ത നുഖത്തിൽ കിടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ അടിമത്ത നുഖത്തിൽ നിന്ന് 4ാം തലമുറയാകുമ്പോൾ ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് നേരത്തെ ഒരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. 4ാം തലമുറയായപ്പോൾ മോശയിലൂടെ ദൈവജനത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഇടപെടാനിടയായി. അന്ന് ആ ജനത്തിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. 4 തലമുറകളായി നിങ്ങൾ അനുഭവിക്കുന്ന കയ്പിനെ എന്നേക്കുമായി ഞാൻ അഴിച്ച് അതിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. പുളിപ്പില്ലാത്ത അപ്പം എടുത്ത് ഹല്ലേലൂയ അത് അപ്പമുണ്ടാക്കി, അതുപോലെ തന്നെ കയ്പ് ചീരയും അതോട് ഇപ്പോൾ ചേർത്ത് കഴിച്ച് ഹല്ലേലൂയ നിങ്ങൾ ആ ഒരു ആടിനെ എടുത്ത് അറുത്ത് അതിന്റെ രക്തമെടുത്ത് കട്ടളമേൽ തളിച്ച് പെട്ടെന്ന് ചെരുപ്പിട്ട് അരകെട്ടി മുറുക്കി ഇന്ന് രാത്രി തന്നെ നിങ്ങൾ പുറത്തു വരാൻ സമയമായിരിക്കുകയാണ്. കാരണം 4 തലമുറകളായി നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കയ്പിന്റെ അനുഭവങ്ങളെയും എന്നേക്കുമായി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അഴിച്ചു മാറ്റാൻ സമയമായിരിക്കുന്നു. ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ സീസൺ, മനുഷ്യന്റെ സമയമല്ല. ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ഇന്ന് പകൽ ചില കയ്പിന്റെ ഘട്ടുകൾ പാരമ്പര്യമായി എത്ര തലമുറകളായി നീ അനുഭവിക്കുന്ന കയ്പും ഇന്ന് പകൽക്കാലം അതിനെ ദൈവത്തിന്റെ സീസൺ ആകുമ്പോൾ ഒരിക്കലും ആരാധനയ്ക്ക് വിടില്ലെന്ന് പറയുന്നവരും, ഒരിക്കലും നിന്നെ സ്വാതന്ത്ര്യം തരത്തില്ലെന്ന് പറയുന്നവരും, ഒരിക്കലും നിന്നെ പുറത്ത് വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്നവനും, നിനക്ക് അനുകൂലമല്ലാത്തവനെയും പ്രതികൂലമായിരിക്കുന്നവനെയൊക്കെ അനുകൂലമാക്കുവാൻ ദൈവത്തിനൊരു നിമിഷം മതി. ഇന്ന് പകൽക്കാലം ആ 400 വർഷത്തെ കയ്പിനെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം അതിനെ അഴിച്ചു പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അന്ന് ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്തു. നിങ്ങൾ പോകാൻ വേണ്ടി ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരു വാഹനത്തിൽ കയറിയാൽ, അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ പണ്ട് പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ നാവിഗേറ്റർ ഓപ്പൺ ആക്കി അങ്ങോട്ട് ഇത്ര ദൂരം ഇന്ന അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ഒരു വാഹനം കൊണ്ടുവന്ന് നിർത്തുന്നത് പോലെ ആ കാലഘട്ടത്തിൽ അന്ന് ദൈവം തുടങ്ങി വെച്ച ഈ പരിപാടി. ഹല്ലേലൂയ. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ കണ്ടുപിടിച്ചത്, അന്ന് തൻ്റെ സ്വന്തം ജനത്തെ 30
ലക്ഷം ജനത്തെ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തെത്തിക്കാൻ ദൈവം ഒരു നാവിഗേറ്ററെ റെഡിയാക്കി. അതാണ് മേഘം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മേഘം പൊങ്ങുമ്പോൾ ദൈവജനം എഴുന്നേക്കും. മേഘം നിൽക്കുമ്പോൾ ജനം കൂടാരം അടിക്കും. ഹല്ലേലൂയ. മേഘം മുമ്പിലോട്ട് പോവുകയാണ്. ഈ മേഘം ഈ ദൈവത്തിന് ജനത്തെയും കൊണ്ട് പോകുമ്പോൾ ചെങ്കടൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അതും കവിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതാ അവർ പ്രതീക്ഷിക്കാത്ത ഇവിടെ 400 വർഷത്തെ കയ്പിന്റെ അനുഭവത്തെ ദൈവം ബ്രേക്ക് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന ജനം ചെങ്കടലും കഴിഞ്ഞ് നേരെ വന്ന് നിൽക്കുന്നത് മാറയിലാണ്. 30 ലക്ഷം ജനം ഒറ്റ ദിവസം ഒറ്റ കുടി വെള്ളം. ആ കുടിച്ചതോടുകൂടി വയറും കഴിച്ചു, എന്ത് ചെയ്തു? വായും കഴിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കയ്പ് സഹിക്കാൻ വയ്യ. ജനം നിലവിളിക്കാൻ തുടങ്ങി, പെറുവിറുക്കാൻ തുടങ്ങി. മോശയ്ക്കെതിരായി ഉപദേശി, നിങ്ങൾ വലിയ വെളിപ്പാടും ദർശനം ഉള്ളവനല്ലേ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ഒരൊറ്റ കുത്തു കുത്തി കഴിഞ്ഞാൽ പേന് വരും. ഒറ്റ കുത്ത് അടുത്തൊരു കുത്തു കുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ, തവള വരും. അടുത്ത ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നൈൽ നദിയുടെ സകല പൈശാചി ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. അങ്ങനെ 10 അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവിടെ ഉള്ളി ഉണ്ടായിരുന്നു, ചിറ്റുള്ളി ഉണ്ടായിരുന്നു, വെള്ളരിക്ക ഉണ്ടായിരുന്നു, അവിടെ ശവക്കല്ലറകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മരുഭൂമിയിൽ വന്നപ്പോൾ കുടിച്ച വെള്ളം വരെ കയ്പായിരിക്കുകയാണ്, വയറ് വരെ കഴിക്കുകയാണ്. ഞങ്ങളിവിടെ കൊല്ലാനാണോ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ജനമെല്ലാം കൂടെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങിയപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ മാനം മര്യാദയ്ക്ക് എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് മരുഭൂമിയുടെ നടുവില് ഒറ്റയ്ക്ക് ഒരു 10-40 വർഷം ആടിനെ മേച്ചുകൊണ്ട് വളരെ സന്തോഷകരമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാ. പക്ഷേ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചു. ഈ പിറുപിറുക്കുന്ന ജനത്തെ എൻ്റെ കരങ്ങളിൽ തന്നു. ഈ ജനത്തിന് ഞാൻ വിടുതൽ വേണ്ടി നീ അയച്ചത് കൊണ്ട് ഞാൻ വന്നു. ഞാൻ അവരെ പുറത്ത് കൊണ്ടുവന്നു, ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഈ മാറയുടെ വെള്ളം കുടിപ്പിച്ച് ഇവരെ എനിക്കെതിരാക്കി തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? വേറെ ഏതെങ്കിലും ഉപദേശിമാരാണെങ്കിൽ പരിപാടി നിർത്തി പോയനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ജോലിയില്ല ഇവരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ. പക്ഷേ ഈ ഉപദേശിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ജനത്തെ കണ്ടിറങ്ങിയവനല്ല. ഒരു ജനവും ഇല്ലാതിരുന്നപ്പോൾ, ഒറ്റയ്ക്ക് മരുഭൂമിക്കകത്ത് നിന്നപ്പോൾ, ആർക്കും വേണ്ടാതിരുന്നപ്പോൾ ഈ മോശയെ ഹല്ലേലൂയ തെരഞ്ഞു പിടിച്ച് പുറത്തു കൊണ്ടുവന്നൊരു ദൈവം പറഞ്ഞു, മോശേ, നീ വന്നതല്ല, ഞാൻ നിന്നെ കൊണ്ടുവന്നതാ. ഈ ജനത്തെ ഞാനാ കൊണ്ടുവന്നത്, അവർ വന്നതല്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നീയും ഇവിടെ നിൽക്കുന്ന ഞാനും, ഞാൻ വന്നതല്ല, നീ വന്നതല്ല, ഞാൻ തെരഞ്ഞെടുത്തതല്ല, നീ തെരഞ്ഞെടുത്തതല്ല, എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തൊരു ദൈവം. എത്ര പേർ വിശ്വസിക്കുന്നു? ഇതിനകത്ത് ഉറങ്ങാതെ ക്ഷീണിച്ചു പോകാതെ ഈ ചൂട് സമയത്തിന് ഇതിനകത്തിരുന്ന് ദൈവസന്നിധിയിൽ ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവജനത്തിനോട് ഇന്ന് പകല് ഞാൻ ചോദിക്കുകയാണ്, നീ തെരഞ്ഞെടുത്തതല്ല, ഞാൻ തെരഞ്ഞെടുത്തതല്ല, എന്നെ തെരഞ്ഞെടുത്ത ഒരുവനുണ്ട്, നിന്നെ തെരഞ്ഞെടുത്തവനുണ്ട്. നമ്മെ ഈ പാളയത്തിനകത്ത് കയറ്റിയ ഒരു ദൈവമുണ്ട്, ഈ ആലയത്തിനകത്ത് കയറ്റിയ ഒരു ദൈവമുണ്ട്, നമ്മളെ ആരാധിക്കാൻ തെരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അടിമത്ത നുകത്തിനകത്ത് കയ്പ് ചീര കുടിച്ചു കിടന്ന എന്നെയും നിന്നെയും ഈ മരുഭൂമിക്കകത്ത് ദൈവമാണ് കൊണ്ടുവന്നതെങ്കിൽ, ഞാനല്ല കൊണ്ടുവന്നത്, നീയല്ല വന്നത്, ദൈവമാണ് കൊണ്ടുവന്നതെങ്കിൽ, അടുത്തൊരു കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ഞാൻ വന്നതല്ല, എന്നെ ദൈവം കൊണ്ടുവന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാ, ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ. കർത്താവാണ് മാറയുടെ മുമ്പിൽ നിന്നെ കൊണ്ടുവന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിപാടികളൊക്കെ വ്യത്യസ്തമായ പരിപാടികളാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിനോട് ഞാൻ ചോദിച്ചത്, ഇത് നേരത്തെ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഈ റൂട്ട് വഴി കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ പലപ്പോഴും ചോദിച്ചു, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്തൊക്കെ ചെയ്യണമെന്ന്, എവിടെയൊക്കെ പോകണമെന്ന് റൂട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിന്നെ വിളിച്ചപ്പോൾ തന്നെ നിനക്ക് വേണ്ടി ഏത് രാജ്യത്തിൽ നീ പോകണം, ഏത് ദേശത്തിൽ നീ വാഴണം, ഏത് ഭവനത്തിൽ നീ വസിക്കണം, നീ എവിടുന്ന് നീ വെള്ളം കുടിക്കണം, എവിടുന്ന് നിനക്ക് ആഹാരം ഉണ്ടാകും, എവിടെ നീ പാർക്കണം, ഏത് വാഹനത്തിൽ സഞ്ചരിക്കണം, ഏത് വസ്ത്രം നീ അണിയണം, ഏത് തലമുറയാ നിനക്കുണ്ടാകാൻ പോകുന്നത്. തലമുറ ഉണ്ടാകുന്നതിന് മുമ്പ്, അബ്രഹാമിന്റെ കടിപ്രദേശത്ത് തലമുറകൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവനെ നോക്കി, അവന്റെ തലമുറകളെ നോക്കി പ്രവചിച്ച ആ ജീവനുള്ള ദൈവം ഇന്ന് പകൽ എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത് അവരാ. ഹല്ലേലൂയ.
കർത്താവ് പറയാണ്, അങ്ങനെ ഇങ്ങനെ ചുമ്മാ എന്നും എന്റെ ജനത്തെ പീഡിപ്പിച്ച 400 സംവത്സരം അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചവിട്ടി കൂട്ടി പുറത്ത് കളഞ്ഞ് അതിന് ഒരു മറുപടി പോലും കൊടുക്കാതെ കൊണ്ടുവരുന്ന ഒരു ദൈവമല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. അവരെ വിടുവിക്കുക മാത്രമല്ല, അവരെ പീഡിപ്പിച്ചവനെ ഞാൻ തകർത്ത് കളയും. ഹല്ലേലൂയ. അവന്റെ രഥത്തെ എനിക്ക് തകർക്കണം, അവന്റെ വില്ലിനെ എനിക്ക് തകർക്കണം, അവന്റെ വാളിനെ എനിക്ക് തകർക്കണം, അവന്റെ അഹങ്കാരത്തെ എനിക്ക് തകർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചെങ്കടൽ വഴി നേരെ, പ്രൈസ് ദി ലോർഡ്, ചെങ്കടൽ വഴി വരികയാ. രണ്ടു പേർക്ക്, രണ്ടു കൂട്ടർക്ക് രണ്ട് രീതിയിലുള്ള പരിപാടിയാ. പ്രൈസ് ദി ലോർഡ്. ഒരു രാത്രി മുഴുവനും തന്റെ ജനത്തെ ചെങ്കടൽ വിഭാഗിച്ച് അതിന്റെ അകത്തുകൂടെ റൂട്ട് നേരത്തെ റെഡിയാക്കി. നമ്മളെ പോലെയല്ല, ഇവിടുത്തെ റോഡ് പോലെ നമ്മൾ വിചാരിക്കും പിന്നെ ചെങ്കടലിന്റെ മുമ്പ് ചെന്നിട്ട് മോശ പറഞ്ഞു പിന്നെ ചെങ്കടൽ വഴി മാറുക. വഴിയില്ലാത്തവിടെ നേരത്തെ വഴി അതിനകത്തുണ്ട്. പക്ഷേ ഈ ജനം കാണാതെ വണ്ണം വഴിയെ മൂടുന്ന ഒരു വെള്ളം. ഇന്ന് പകരം നമ്മുടെ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ അതാത് സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ എന്റെയും നിന്റെയും കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ വണ്ണം മൂടിക്കിടക്കുന്ന ചില വെള്ളത്തിന്റെ ശക്തികളെ, ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയും. ഉയർപ്പിന്റെ ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ ജനം ഒന്ന് വിരൽ ചൂണ്ടിയാൽ നിന്റെ മുമ്പിൽ ഇന്ന് പകൽ വർഷങ്ങളായി, നാളുകളായി നിന്റെ വഴി അടച്ചിരിക്കുന്ന ചില വെള്ളത്തിന്റെ ഇരുട്ടിന്റെ ശക്തികളെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് പകൽക്കാലം അത് അഴിഞ്ഞു മാറാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? വെള്ളത്തിന്റെ ശക്തിയെ അഴിക്കുന്ന, ഇരുട്ടിന്റെ ശക്തിയെ അഴിക്കുന്ന, മരണത്തിന്റെ ശക്തികളെ അഴിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ നീ ഒന്ന് എഴുന്നേറ്റാൽ, നീ ഒന്ന് വാ തുറന്നാൽ, നീ ഒന്ന് വിരൽ ചൂണ്ടിയാൽ, നീ കരയണ്ട, നിലവിളിക്കണ്ട. മോശയോട് ദൈവം പറയുകയാണ്, ഈ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് നീ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഓൾറെഡി ഞാൻ വഴിയെട്ട് വെട്ടിയിട്ടിട്ടുണ്ട്. അതിനെ മൂടിക്കിടക്കുന്ന വെള്ളത്തെ, ചെറിയ വഴിയൊന്നുമല്ല, 6 വരി പാത. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടൊരു 6 വരി, ഇങ്ങോട്ടൊരു 6 വരി, അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു വഴി തന്നെ അകത്തതാ വെട്ടി ദൈവം ഇട്ടിരിക്കുക. പക്ഷേ അതിനെ വർഷങ്ങളായി മൂടിക്കിടക്കുന്ന വെള്ളത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ ജനത്തിന്റെ കണ്ണ് തുറക്കാത്തത് കൊണ്ട് ആത്മാവിൽ കാണാൻ സാധിക്കാത്ത 30 ലക്ഷം ജനത്തിന്റെ മുമ്പിൽ ആത്മ നിലവാരമുള്ള വെളിപ്പാടുള്ള മോശ നിൽക്കുന്നു. മോശയ്ക്ക് പോലും പ്രതികൂലം കണ്ടപ്പോൾ വെളിപ്പാട് അകത്ത് കത്തിയില്ല. പക്ഷേ ദൈവം പറഞ്ഞു, മോശെ നീ കരയരുത്, നിലവിളിക്കരുത്. നിന്റെ കയ്യിലിരിക്കുന്ന വടിയൊന്ന് നീട്ടിയാൽ അകത്തളങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന റൂട്ട് നിനക്ക് തെളിഞ്ഞു വരും. നീ ഒന്ന് ആരാധിച്ചാ മതി, നീ ഒന്ന് വായി തുറന്നാ മതി. ഇന്ന് പകൽ മിണ്ടാതിരുന്ന് ഉറങ്ങുന്നവനല്ല വിടുതല്. ഈ ആലയത്തിനകത്തിൽ വന്നിരുന്ന് ഉറങ്ങുന്നവന് വിടുതലില്ല. ഈ ആലയത്തിനകത്ത് വന്നിരുന്ന് മിണ്ടാതെ ചലിക്കാതെ കല്ലുപോലെ ഇരിക്കുന്ന നിനക്കല്ല വിടുതല്. ഇന്ന് പകല് വാ തുറന്ന് നിന്റെ മുമ്പിൽ നിന്റെ അനുഗ്രഹങ്ങളെ, നിന്റെ നന്മകളെ, നിന്റെ തലമുറയുടെ നന്മകളെ, നിന്റെ വിദേശ യാത്രകളെ, നിന്റെ വിദ്യാഭ്യാസ മേഖലകളെ, നീ പ്രാപിക്കേണ്ട ബ്ലെസ്സിങ്ങിനെ, നിന്റെ കനാൻ ദേശത്ത് മുമ്പിൽ നിന്ന് വഴിമുടക്കുന്ന ചെങ്കടലിനെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വഴിമാറാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ള ദൈവത്തിന്റെ ജനത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ഒരു കമ്പി വാചകം പോലെ ഞാൻ പറഞ്ഞങ്ങ് പോവുക. പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ളവരും വെളിപ്പാടുള്ളവരും മാത്രമേ ഇന്ന് പകൽക്കാലം ഈ ദൂത് മനസ്സിലാകത്തുള്ളൂ. നീ അത് ഏറ്റെടുത്ത് നിന്റെ വായി തുറന്ന് കൽപ്പിച്ചാൽ ആത്മാ പറയുന്നു, വർഷങ്ങൾ 400 സംവത്സര മണ്ഡലങ്ങളായി ജനത്തെ അടിമത്ത നുഖത്തിലാക്കിയിട്ട് വഴി നടന്നു നിന്ന വെള്ളത്തിന്റെ ശക്തിയെ അന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മോശ തുറന്നു കൊടുത്തതുപോലെ ആത്മാ പറയുന്നു, നിന്നെ ദൈവം വിളിച്ചത് ജനത്തിന് വഴി തുറന്നു കൊടുക്കാനാ. നിന്നെ ശുശ്രൂഷകനായി ദൈവം തിരഞ്ഞെടുത്തത് ദൈവജനം കരയുന്നത് പോലെ കരയാനല്ല, പ്രതികൂലത്തിന്റെ നടുവിൽ തളരാനല്ല. ഇന്ന് പകൽ നിന്നെ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചത്. ഇതാ നോക്ക, വിളിയുള്ള ശുശ്രൂഷകനും വിളിയില്ലാത്ത ജനം. വിളിയില്ലാത്തവരല്ല, വാഗ്ദത്തം വിളിയുണ്ട്. പക്ഷേ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു അഭിഷിക്തന്റെ ഉറപ്പ് നോക്ക്. ഹല്ലേലൂയ. എന്തിനാ അങ്ങനെ? ആ ഉറപ്പ് എവിടെന്നാ ഈ മോശയ്ക്ക് വന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 40 വർഷം മരുഭൂമിയിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും പോവും. കുറെ മുള്ളും പാറക്കാരയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും മോശ പോകാറില്ല. പക്ഷേ ഒരു ദിവസം നോക്കിയപ്പോൾ അന്ന് വരെ കാണാത്ത അപൂർവമായൊരു കാര്യം കാണുകയാണ്. ആ മുൾപ്പടർപ്പിന്റെ അകത്ത് വലിയൊരു തീ വന്ന് നിൽക്കുന്നു.
പക്ഷെ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ട് ഞെട്ടിപ്പോയ മോശ പറഞ്ഞു, ഞാൻ പല തീയും കണ്ടിട്ടുണ്ട്, അത് ദഹിപ്പിക്കുന്ന തീയ, അത് എവിടെ ഉണ്ടോ അത് ദഹിച്ചു പോകും. പക്ഷേ ഇതാ ഒരു മുൾപ്പടർപ്പിൽ തീ കത്തുന്നു, അത് ദഹിക്കുന്നില്ല. എന്താന്ന് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു എന്നപ്പോൾ മുള്ള് പറഞ്ഞ് നിലവിളിക്കുക. അവിടെ മുള്ള് ദൈവത്തോട് നിലവിളിക്കുകയാണ്. വെറുതെ ഇരുന്ന എന്റെ മേല് ഈ തീ അയക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ മാനം മര്യാദയ്ക്ക് പോകും. ഒന്നാമത് ഇവിടെ ചൂടാണ്, ഈ മരുഭൂമിക്കകത്ത് മുള്ളാകുന്ന മുള്ള് പറയുകയാണ് ദൈവത്തോട്. ഒന്നാമത് ഇതിനകത്തിരിക്കാൻ വയ്യാത്ത ചൂടാ, ഇവിടെ നിൽക്കാൻ വയ്യാത്ത ചൂടാ. ഹല്ലേലൂയ. അതിന്റെ പുറത്ത് ഈ തീ കൊണ്ട് കോരിയിടേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് മുള്ള് ചോദിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നിനക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും വരുന്നവ ചിലർക്ക് പ്രയോജനമുണ്ട്. ഹല്ലേലൂയ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തീ കൊണ്ട് പലപ്പോഴും പേഴ്സണലായി നിനക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ലെങ്കിലും ഇന്ന് പകല് ആത്മാ പറയുന്നു, ശുശ്രൂഷയ്ക്ക് വിളിച്ച നിന്റെ അകത്ത് ഇന്ന് പകൽ വ്യാപരിക്കുന്ന തീ അത് ആയിരങ്ങൾക്ക്. ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഒന്ന് തീ കത്തിയതേ ഉള്ളൂ. നോക്കണം, ഒരൊറ്റ പ്രാവശ്യം ഉള്ളിന്റെ മേല് തീ കത്തിയതേ ഉള്ളൂ. ആ തീക്ക് അടുത്തോട്ട് അപ്പോൾ ദൈവം പറഞ്ഞു, ഒരുത്തം വരുന്നുണ്ട്. ഹല്ലേലൂയ. ആർക്കും പിടികൊടുക്കാതെ ഒളിച്ചു കിടക്കുന്ന ഒരുത്തം വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിക്കുണ്ടെന്നുള്ളത് കൊണ്ട് ഒരു കോംപ്ലക്സ് ഉള്ള ഒരുത്തം വരുന്നുണ്ട്. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ വർഷങ്ങളായി മറന്നുപോയ ഒരുത്തം വരുന്നുണ്ട്. തലകുമ്പിട്ട് നടക്കുന്ന ഒരുത്തം വരുന്നുണ്ട്. വീട്ടിനകത്ത് ഭാര്യയും അമ്മാവിയപ്പന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരുത്തം വരുന്നുണ്ട്. മക്കളുടെ മുമ്പിൽ വിലയില്ലാത്ത ഒരുത്തം വരുന്നുണ്ട്. അവന്റെ ആകെ സമ്പാദ്യം ഒരു ഉണക്കവടിയാണ്. ഇന്ന് പകൽ അവന്റെ സ്ഥിതി ഞാൻ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. മുൾപ്പടർപ്പിനോട് ദൈവം പറഞ്ഞു, നീ കാണുന്നത് ഒരുവനെയാ, പക്ഷെ ഞാൻ കാണുന്ന 30 ലക്ഷം ജനത്തെയാ. ഓ, ഇന്ന് പകൽ ആത്മാവനോട് പറയുക, നിന്നെ ഒരു നിസ്സാരമായി നീ കാണരുത്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകന്മാരോട് ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നീ കാണുന്നത് വീടിന് വാടക കൊടുക്കാൻ പണമില്ലാത്തവൻ, റെന്റ് കൊടുക്കാൻ നിവർത്തിയില്ലാത്തവൻ, പെട്രോൾ അടിക്കാൻ നിവർത്തിയില്ലാത്തവൻ, നല്ലൊരു ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ നിവർത്തിയില്ലാത്തവൻ, ഒരു നല്ല വസ്ത്രം വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്തവൻ, ദിനം പ്രതി കഷ്ടപ്പെടുന്നവൻ. എന്നാൽ എന്റെ ദൈവം നിന്നെ കാണുന്നത് 30 ലക്ഷം ജനത്തെ കത്തിക്കുന്ന ഒരു അഭിഷിക്തനായിട്ടാണ്. ഹല്ലേലൂയ. നിന്നെ നീ കാണുന്നത് പോലെയല്ല ദൈവം ഇന്ന് പകൽ കാണുന്നത്. ഞാനും നീയും പലപ്പോഴും അകത്തളങ്ങളിൽ ഒതുങ്ങി, മതി ദൈവമേ, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ടായെങ്കിൽ ഇന്ന് പകൽ നിന്നെ മരിക്കാനല്ല, തകരാനല്ല, നിന്റെ മേൽ കത്തുന്ന ദൈവത്തിന്റെ തീ. ആത്മാവിൽ ഞാൻ പറയുകയാണ്, അയ്യോ എനിക്ക് മടുത്തു. എന്നെ എന്തിന് ദൈവം വിളിച്ചു? ഈ ശുശ്രൂഷ എന്തിന് എനിക്ക് തന്നു? എന്നെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന് നീ ചോദിക്കുമ്പോൾ ആത്മാ പറയുകയാണ്, നിന്നിൽ കത്തുന്ന നിന്നെ ഞാൻ വിളിച്ചത് നിനക്ക് വേണ്ടിയല്ല. പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടിയല്ല. ആ വെളിപ്പാട് നിന്റെ അകത്ത് കത്തുമ്പോഴേ നിനക്ക് പുറത്ത് വരാൻ സാധിക്കും. നിന്റെ അകത്തിട്ട അഭിഷേകം നിനക്ക് വേണ്ടിയാ മാത്രമല്ല, ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നീ കാണാത്ത ചില രാജ്യങ്ങൾ, ചില ദ്വീപുകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ചില രാജ്യങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് വരെ നീ കാണാത്ത ജനം, ഇതുവരെ കേൾക്കാത്ത ജനം. പ്രൈസ് ദി ലോർഡ്. ചില രാജ്യങ്ങൾ, ചില രാജാക്കന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ചിലരെ ഇന്ന് പകൽ തിരഞ്ഞെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തട്ടുകട ഇട്ട് നിൽക്കുന്നവനെ വിളിക്കുന്നത് പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില അടിസ്ഥാനങ്ങൾ ദൈവം ഇടുന്നത്, ചില വ്യക്തികളെ ദൈവം വിളിക്കുന്നത് വേറെ നിലവാരങ്ങളിലാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരെ വിളിക്കുന്നത് അവന് വേണ്ടി, അവന്റെ കുടുംബത്തിന് വേണ്ടിയായിരിക്കും. ഹല്ലേലൂയ. ഒരു സാധാരണ വ്യക്തിയെ ദൈവം തൊടുന്നത് പോലെയല്ല ഒരു ശുശ്രൂഷകനെ ദൈവം തൊടുന്നത്. ഒരു വിശ്വാസിയെ ദൈവം തൊടുന്നത് അവനും അവന്റെ കുടുംബത്തിനും തലമുറയ്ക്കും വേണ്ടിയാണെങ്കിൽ, ഒരു ശുശ്രൂഷകനെ ദൈവം തൊടുന്നത് ഒരു രാജ്യത്തിന് വേണ്ടിയാണ്. ഒരു വിശ്വാസി അവനും അവന്റെ കുടുംബത്തിന് വേണ്ടി രക്ഷിക്കപ്പെടുമ്പോൾ, രക്ഷ അനുഭവിക്കുമ്പോൾ, രക്ഷയിൽ സന്തോഷിക്കുമ്പോൾ, ഒരു ശുശ്രൂഷകനെ ദൈവം വിളിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളല്ല, പ്രശ്നങ്ങളല്ല, അപമാനങ്ങളല്ല, നിന്ദകളല്ല, പരിഹാസങ്ങളല്ല, കാലുവാരലല്ല, ഭാരവെപ്പുകളല്ല, കല്ലെറികളല്ല, നിന്ദകളല്ല, അതിന് 1000 മടങ്ങ് പ്രതികൂലമുണ്ടാകും.
കാരണം ശുശ്രൂഷകന്റെ പ്രത്യേകത, അവൻ രാജ്യത്തെ, ദൈവത്തിന്റെ രാജ്യത്തെ അംബാസിഡറാണ്. അവൻ കിങ്ഡം ഓഫ് ഗോഡിന്റെ അംബാസിഡറാണ്. അവനൊരു അംബാസിഡറാണ്. അവൻ റെപ്രസെന്റേറ്റീവ് ആണ്. അവൻ ദൈവത്തിന്റെ കാവലാണ്. അവൻ രാജ്യത്തെ, ദൈവരാജ്യത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യും? രാജ്യം തന്നെ അവനെതിരാകും. ഹല്ലേലൂയ. ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്യാൻ നീ എഴുന്നേറ്റാൽ നിന്റെ എതിരാളി ഒരു മനുഷ്യനല്ല, മറ്റൊരു രാജ്യമായിരിക്കും. ഹല്ലേലൂയ. ആ രാജ്യം ഏതാണ്? പൈശാചിക രാജ്യം. അവൻ ഒരിക്കലും മിണ്ടാതിരിക്കത്തില്ല. ഒരു ശുശ്രൂഷകൻ തീയുമായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി വന്നവൻ ഒരു പ്രശ്നമല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവനെതിരായിട്ട് ഒരു രാജ്യം തന്നെ ഇളകി വരികയാണ്. അവൻ എങ്ങനെ കൊന്നു മുടിക്കണമെന്നുള്ള ചിന്തയിൽ. പ്രൈസ് ലോർഡ്. ഇതാ 30 ലക്ഷം പേരാ ഒറ്റ വ്യക്തിക്കെതിരായി എഴുന്നേൽക്കുന്നത്. ഒരു രാജ്യമാണ് മോശയ്ക്കെതിരായി എഴുന്നേറ്റ് നിൽക്കുന്നത്. പക്ഷേ മോശയുടെ മേൽ വ്യാപരിക്കുന്ന തീ എന്ന് പറയുന്നത് ഇവർ കാണാത്ത സ്ഥലത്ത്, ഇടത്ത്, സീക്രട്ട് പ്ലേസിൽ വെച്ച്, ജനം കാണാത്ത നിലവാരങ്ങളിൽ ഒറ്റപ്പെട്ടവനും റിജക്ഷൻ അനുഭവിച്ചവനും തകർന്നവനും മരിക്കാനിരുന്നവനുമായവരുടെ മുൻപിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അവന്റെ തലമേൽ ഒരു അഭിഷേകത്തെ വെച്ചു, അവന്റെ നെറ്റിമേൽ ഒരു അഭിഷേകത്തെ വെച്ചു, അവന്റെ നാവിന്മേൽ ഒരു അഭിഷേകത്തെ വെച്ചു. അവനെ മുഴുവനായി ഒരു തീയാക്കി മാറ്റി. തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ചെങ്കടലിന്റെ മുമ്പ് നിന്ന് നിലവിളിച്ച ജനം കല്ലെറി എഴുന്നേറ്റപ്പോഴും മോശ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ തകർക്കാൻ നിനക്ക് സാധിക്കത്തില്ല. ദൈവം അനുഗ്രഹിച്ചവനെ ശപിക്കാൻ പറ്റത്തില്ല. ദൈവം അനുഗ്രഹിച്ചവനെ തകർക്കാൻ പറ്റത്തില്ല. യാക്കോബിനെ ദൈവം സ്വപ്നത്തിലൂടെ വിളിച്ചു, യോസേഫിനെ സ്വപ്നത്തിലൂടെ വിളിച്ചു. അപ്പനെ മോനെ ഒരുപോലെയാണ് വിളിച്ചത്. സ്വപ്നം. പ്രൈസ് ദി ലോർഡ്. സ്വപ്നത്തിൽ ദൈവം വന്ന് യാക്കോബിനെ അനുഗ്രഹിച്ചു. ഈ യാക്കോബ് എന്ന് പറയുന്ന രാജ്യമായി മാറി. ആ രാജ്യം ഇങ്ങനെ കിടക്കുമ്പോൾ ബിലയാമിന് കൂലി കൊടുത്ത് ശപിക്കാൻ വന്നപ്പോൾ ബിലയാം പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ചവനെ എനിക്ക് ശപിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകലൊന്ന് വിളിച്ചു പറയാൻ സാധിക്കുമോ? ഹല്ലേലൂയ. എത്ര പേർക്ക് സാധിക്കും? നിന്നെ മനുഷ്യൻ വിളിച്ചെങ്കിൽ നിന്റെ മേലുള്ള നിന്നെ ആര് ശപിച്ചാലും ഏൽക്കും. പക്ഷെ നിന്നെ ദൈവമാണ് വിളിച്ചതെങ്കിൽ, ദൈവം നിന്റെ തലമേൽ അനുഗ്രഹിച്ചതുണ്ടെങ്കിൽ നിന്നെ ലോകത്തൊരു മനുഷ്യരും ശപിക്കാൻ പറ്റത്തില്ല. നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. വിളിയുള്ളവർ മാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ഉറക്കെ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ മോശ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് ഒറ്റ ആ വടിയെടുത്തൊന്ന് നീട്ടിയപ്പോൾ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ദൈവം വരച്ചിട്ടിരുന്ന റോഡ് അങ്ങ് വെളിപ്പെട്ടു. ഹല്ലേലൂയ. വെള്ളം അങ്ങ് മാറി. സ്തോത്രം. അത് കഴിഞ്ഞ് അക്കരെ അവർ ചെന്ന് തപ്പെടുത്ത് 72 മണിക്കൂർ അങ്ങ് ആത്മനിറവിൽ ആരാധന തുടങ്ങി. അവർ ആത്മാവിൽ അവിടെ അക്കരെ ആരാധിക്കുമ്പോൾ ഇക്കരെ എന്ത് സംഭവിച്ചു? പൈശാചിക ശക്തികൾ പിന്തുടരുന്ന 4ാം തലമുറയായിട്ടും ഞാൻ നിന്നെ വിടത്തില്ലടാ, ഞാൻ നിന്നെ ആരാധിക്കാൻ, മനസമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് സ്വസ്ഥത ഞാൻ തരത്തില്ലടാ എന്ന് നിലവിളിച്ച് നിന്നെ ഫോളോ ചെയ്യുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം അവന്റെ രഥവും അവന്റെ വില്ലും അവന്റെ സകലതും തകർന്ന് ആ ചെങ്കടലിനകത്ത് മുങ്ങിപ്പോകണമെങ്കിൽ വിടുതൽ കിട്ടിയ ദൈവത്തിന്റെ ജനം മിണ്ടാതിരിക്കരുത്. നീ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് പകല് വിടുതൽ കിട്ടിയതും കൊണ്ട് മിണ്ടാതെ വായും പൂട്ടി ഇരിക്കാതെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്റെ ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ച് ചെങ്കടൽ കടന്ന് പല വിടുതലുകൾ തന്ന് ഇക്കരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, നീ ആരാധിക്കുമ്പോൾ ഇന്ന് ചിലത് മുങ്ങാൻ പോവുക. ഇന്ന് ചില രഥങ്ങൾ ഒടിയും. പിതൃപാരമ്പര്യങ്ങൾ തകരും. ഹല്ലേലൂയ. വ്യർത്ഥമായ പാരമ്പര്യം, കുഞ്ഞാടിന്റെ രക്തത്താൽ മാറ്റപ്പെടുന്നത് വ്യർത്ഥമായും പിതൃപാരമ്പര്യം. വ്യർത്ഥം പിതാവിൻ്റെത്, പാരമ്പര്യം, നടപ്പ് എല്ലാം പൊട്ടിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനം
പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ വീണ്ടെടുത്ത് ചെങ്കടലിലൂടെ കടന്നപ്പോൾ സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്താൽ നിറഞ്ഞ ദൈവത്തിന്റെ ജനം തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിച്ചപ്പോൾ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചാരാധിച്ചു. അവരുടെ കണ്ണുകൾ ശത്രുവിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചില്ല. അതിനു പകരം അവർ ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവം തന്റെ പണി ചെയ്യും. ഇന്ന് പകൽ നിന്റെ ശത്രുവിനെ തകർക്കാൻ, നശിപ്പിക്കാൻ നീ ഉപവസിക്കണ്ട, നീ പ്രാർത്ഥിക്കണ്ട, നീ അവരെ ശപിക്കണ്ട. ഇന്ന് പകല് നീ ജീവനുള്ള ദൈവത്തെ അവന്റെ കണ്ണുകളിൽ നോക്കി ആരാധിച്ചാൽ മതി. നിന്നെ ഫോളോ ചെയ്യുന്ന വ്യർത്ഥമായ ചില പാരമ്പര്യങ്ങള്, നിന്റെ നടപ്പിലൂടെ വന്ന ശാപങ്ങള്, നിന്നെ തകർത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വിട്ടുമാറാത്ത ചില പാപങ്ങൾ ഇന്ന് പകൽ സ്തുതിയുടെ നടുവിൽ അത് പൊട്ടാൻ പോയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശയോട് ദൈവം പറയുകയാണ്, ദാ വഴി തുറന്നു. ഓൾറെഡി വഴി വെട്ടിയിട്ടിരിക്കുക, എല്ലാം വെട്ടിയിട്ടിരിക്കുക. പറഞ്ഞാട്ടെ, എല്ലാം വെട്ടിയിട്ടിരിക്കുക. നമുക്ക് കാണാനുള്ള കണ്ണില്ലാത്തതുകൊണ്ടാ, നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാ, നമുക്കങ്ങ് ടെൻഷനാ, നമ്മളാകെ സ്ട്രെസ്സിലാ. മുമ്പിലുള്ളത് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ലോകം കാണുകയാണ്, നമ്മൾ പിറുപിറുക്കുകയാണ്, നമ്മൾ കുറ്റം പറയുകയാണ്, നമ്മൾ വിമർശിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള ചെങ്കടലിനെ, വെള്ളത്തെ കണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന വഴി അത് നിനക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് കാണണമെങ്കിൽ മനസമാധാനത്തോടെ ദൈവവുമായി നീ സംസാരിക്കണം. ദൈവമായിട്ട് ബന്ധം വരുമ്പോൾ നിന്റെ മുമ്പിലുള്ള സകല വഴികളും തുറക്കും. നീ പ്രശ്നത്തെ കാണരുത്, നീ പ്രശ്നത്തെ നോക്കി പിറുപിറുക്കരുത്, നീ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്. അതിന് പകരം പ്രശ്നത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ച നിത്യതയുടെ ഒരു വഴി, നശിക്കാത്തൊരു വഴി, വാഗ്ദത്തങ്ങളിലേക്കുള്ള വഴിയേ. എത്ര വലിയ പ്രശ്നമുണ്ടോ അത്ര വലിയ ബ്ലെസ്സിംഗ് നിന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവരെ ദൈവം കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവം വിളിച്ച് വേർതിരിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തെ കുറിച്ച് പറഞ്ഞു, ചെങ്കടലിനെ കുറിച്ച് പറഞ്ഞില്ല. ചെങ്കടലിനെ കുറിച്ച് പറഞ്ഞില്ല, മാറയെ കുറിച്ച് പറഞ്ഞില്ല, എരിഹോമിനെ കുറിച്ച് പറഞ്ഞില്ല, ഒന്നിനെ കുറിച്ചും ദൈവം പറഞ്ഞില്ല. പറഞ്ഞത്, ഞാൻ നിങ്ങളെ ആരാധനയ്ക്കായി കൂട്ടിക്കൊണ്ടു പോകുന്നു, ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്ത ദേശമായ കനാൻ തരും. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തെ കുറിച്ച് ദൈവം എന്താ പറയാത്തത്? നമ്മളെ വിളിക്കുമ്പോൾ ഒറ്റ മനുഷ്യ ഇവിടെ കാണത്തില്ല. ജോയലെ കാണുവോ? ഫ്രൈസലോ ഹിപ്പൊടിയൊന്നെങ്ങാനും പറഞ്ഞെന്നീ കാണുവോ? എനിക്ക് ഒന്നും വേണ്ട, ആരാധനയും വേണ്ട, എനിക്ക് വർഷിപ്പും ചെയ്യണ്ട, എനിക്ക് മൈക്കും വേണ്ട, പുൽപ്പറ്റും വേണ്ട, എൻ്റെ ഹിപ്പ് തന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആരെങ്കിലും നമ്മളെ ദൈവം വിളിച്ച് വാഗ്ദത്തം തരുന്ന അന്ന് രാത്രി തന്നെ നമ്മളോട് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായ പ്രശ്നങ്ങളെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ വളരെ മാന്യമായി ദൈവത്തോട് പറഞ്ഞേനെ, വേറെ ആരെങ്കിലും നോക്കിക്കൊള്ളൂ, എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഈ നന്മ വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ദൈവത്തിന് അറിയാം, ദൈവം പരിജ്ഞാനമുള്ള ദൈവത്തിന് അറിയാം. പ്രതികൂലം കണ്ടാൽ നമ്മൾ അടുത്ത വണ്ടി പിടിച്ച് സ്ഥലം വിടുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ രണ്ട് കാര്യം നടന്നു. ഒന്ന്, നിന്റെ മുമ്പിലുള്ള പ്രതികൂലം നിന്നെ ശക്തനാക്കി മാറ്റി. ഇനി ഒരു ചെങ്കടൽ നിന്റെ മുമ്പിൽ വരാൻ പേടിക്കും. അതാണ് വിഷയം. നിന്റെ ജീവകാലത്ത് ഒരു ചെങ്കടലും വരത്തില്ല, ഒരു എരിഹോമും ഇനി വരുത്തില്ല, ഒരു മാറയും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഇനി വന്നാൽ നീ അതിനെ കണ്ട് ചിരിച്ച് മരിക്കും. ഹല്ലേലൂയ. കാരണം അതിന് തന്നെ അറിയാം ഇനി എവന്റെ അടുത്ത് പോയിട്ടൊരു കാര്യമില്ല. ഇപ്പൊ സന്തോഷമായ? ഹല്ലേലൂയ. ഈ ചെങ്കടൽ കഴിഞ്ഞ് അടുത്തൊരു ചെങ്കടലും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിലോ ഈ ജനം ഉടനെ തപ്പെടുത്ത് നൃത്തം ചെയ്ത് സ്തുതി ആരാധന തുടങ്ങിയത്. കാരണം രണ്ട് സൈഡിൽ ഐസ് പോലെ കൂളിംഗ് ആയി പിന്നെ ആ AC ഫിറ്റ് ചെയ്തതുപോലെ ഉള്ളൊരു യാത്ര അവരുടെ കണ്ണിൽ മറക്കാൻ സാധിക്കുന്നില്ല. കണ്ടത് പ്രതികൂലമാ. വഴി തുറന്നപ്പോൾ പൂങ്കാവനവും പൂന്തോട്ടവും റോഡും രണ്ട് സൈഡിൽ മതിൽ പോലെ അസാധാരണമായ തണുപ്പും അസാധാരണമായൊരു വഴി. ലോകത്ത് ഇന്ന് വരെ വെളിപ്പെടാത്തൊരു വിടുതൽ. വെറും വിടുതലല്ല, ഇവർക്ക് AC
ഇവർക്ക് നല്ല 6 വരി പാത, ഇവർക്ക് പൂങ്കാവനം പോലെ പൂന്തോട്ടമുള്ള റോഡ്. പക്ഷേ മറ്റവൻ വന്നപ്പോൾ അവന് ശവക്കുഴിയായി മാറ്റിയ ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞ് തപ്പെടുത്തു, നൃത്തം ചെയ്തു, ആത്മനിറവിലായി ആരാധിച്ചു, അന്യഭാഷ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വരുന്നത് ആ മാറ കണ്ട നോക്കൂ. ചെങ്കടൽ കഴിഞ്ഞ വലിയ വിഷയം കഴിഞ്ഞ് വന്നു നിന്നപ്പോൾ വെള്ളം കുടിച്ചതും സ്വഭാവം വീണ്ടും മാറി. പിന്നെയും ശങ്കരൻ തെങ്ങിൽ തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മള് ചില ആൾക്കാർ നമ്മൾ പണ്ട് ഈ പിന്നെ ഇതെന്ത് ചെയ്യുമോ, നമ്മളെ തോട്ടയില് വലിയ കമ്പെടുത്ത്, നീളമുള്ള കമ്പെടുത്തിട്ട് അതിൽ പിച്ചാത്തി വെച്ച് ചക്കയും മാങ്ങ ഇതെല്ലാം അടക്കുമല്ലോ. അതൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ തോട്ടയുടെ വെച്ചിരിക്കുന്ന പിച്ചാത്തി ചിലപ്പോൾ കുരുങ്ങിപ്പോവും. പിച്ചാത്തി കുരുങ്ങിപ്പോകുമ്പോൾ എന്ത് ചെയ്യും? നേരെ ചെന്ന് കയറി പിച്ചാത്തി എടുത്ത് വീണ്ടും വന്ന് വീണ്ടും കെട്ടി അടക്കും. പ്രൈസ് ദി ലോർഡ്. നേരത്തെ കയറി അടത്തുകൂടായിരുന്നു. അതാണ് നമ്മുടെ കേസ്. ഭാഷന്മാർ വന്നെന്ന് പറയാം, ഹല്ലേലൂയ പറ, ആരാധിക്ക്, കൈ കൊടുക്കുക, സ്തുതിക്ക്, സ്തോത്രം ചെയ്ത്, അല്ലെങ്കിൽ വാ തുറന്നിരിക്കും. പിന്നെ ആരെങ്കിലും അങ്ങനെ നമ്മളെ പരിപാടി ഇതല്ലേ ആവും നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം അല്ലേ. ശുശ്രൂഷകന്മാരാകാതെ ഷിബു പാസ്റ്ററും നമ്മളെ മറ്റേ ജോസ് പാസ്റ്ററും ശ്രീജിത്തും ഒക്കെ അവിടെ ഇരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള കഷ്ടം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴാണ് അവർ അനുഭവിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞതാ, ഭാഷ ആകുമ്പോഴേ മനസ്സിലാക്കൂ കാര്യങ്ങൾ. ഹല്ലേലൂയ. ശുശ്രൂഷകരല്ലാതിരിക്കുന്നവർക്ക് വേദികൾ അവിടെ വന്നിരുന്ന് 1.5 മണിക്കൂർ ഭാഷന്മാർ നിൽക്കുന്ന കാര്യം അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. മോളിൽ നിന്ന് സംഭവം വന്നാലേ നമുക്ക് വല്ലതും വരത്തുള്ളൂ. വന്നില്ലെങ്കിൽ തൊണ്ട വരണ്ട് ആകെ വിടുതലാവും. ജനം പറയും, ഇവൻ ആര് വിളിച്ചു? വണ്ടിക്ക് പോലും പൈസ കൊടുക്കാതെ വിട്ടുകളായി. ഹല്ലേലൂയ. ഇന്നങ്ങോട്ട് ശരിയായില്ല, ഇന്നങ്ങോട്ട് റെഡിയാ. ആരാ ശരിയാവേണ്ടത്? ഇവിടെ കഷ്ടപ്പെട്ട് വന്നൊന്ന് കൈയടിക്കൂ, ആരാധിക്കൂ, ഹല്ലേലൂയ പറ, സ്തോത്രം പറ. എന്നാൽ മാത്രം അനങ്ങുന്ന പാവകളായ എത്ര കൊണ്ടാലും കേട്ടാലും മാനസാന്തരമില്ലാത്ത, വീണ്ടും ഇവിടുന്ന് വെളിയിറങ്ങുമ്പോൾ എല്ലാം മറന്നു പോകുന്ന ഈ ജനത്തെയാണ് വർഷങ്ങളോളം ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതേ പരിപാടിയാ മോശയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പാഷന്മാരാണ് അകം കത്തും. കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ കഷ്ടമായി ഈ ജനത്തെ നടത്താൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വിടുതൽ കഴിഞ്ഞേ ഉള്ളൂ. കൈവച്ച് അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് മോശ ചെങ്കടലെല്ലാം കൊണ്ട് വഴിമാറിയപ്പോൾ മോശ ഫ്രണ്ടിൽ പോയില്ല, എല്ലാവരെയും കയറ്റി വിട്ട്. മക്കളെ പോയി, കൊച്ചച്ഛനും ചിറ്റപ്പനും അമ്മാവിയും മച്ചമ്പി എല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും പറഞ്ഞയച്ചിട്ടാണ് മോശ പോയത്. പക്ഷെ അക്കരെ എത്തിയപ്പോൾ ജനത്തിന്റെ സ്വഭാവം മാറി. അടുത്തൊരു കയ്പിന്റെ ചെറിയൊരു കയ്പ് വന്നതേ ഉള്ളൂ. ജനം പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ശവപ്പറമ്പില്ലായിരുന്നു അവിടെ അടക്കാൻ. ഇവരെ യഥാർത്ഥത്തിൽ അടക്കേണ്ടത് ഫറവോന്റെ കൂടെ ഇവിടെയാണ് അടക്കേണ്ടത്. ആ ചെങ്കലിന്റെ മുക്കി കൊല്ലേണ്ടതാ. എന്നാൽ മോശയ്ക്ക് മാത്രം അവിടെ ചെന്ന് വാഗ്ദത്തം പ്രാപിക്കായിരുന്നു. പക്ഷേ മോശ ദൈവത്തിന്റെ അഭിഷിക്തനായതുകൊണ്ട് പലപ്പോഴും മോശയ്ക്ക് വന്ന്, കർത്താവെ ഒരു വടി, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വടി കൊണ്ട് ഒരു അധികാരമുണ്ട്, ഇവൻ അങ്ങ് പൊഴിച്ച് താത്താൽ എന്തൊന്ന്. മോശ പലപ്പോഴും ചിന്തിച്ചാലും മോശയ്ക്ക് പാവം പോട്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മോശ പറഞ്ഞു, പോട്ടെ കർത്താവേ, അവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയായോണ്ട് ക്ഷമിക്കണമേ. ഇവരെങ്ങനെയാണ്, ഞാൻ സ്നേഹിച്ചു പോയി. അതാണ് സ്നേഹിച്ചു പോയി. ഞാൻ സ്നേഹിച്ച പാട്ട് വന്നത് അങ്ങനെയായിരിക്കും. ഞാൻ അങ്ങ് സ്നേഹിച്ചു പോയി ഇവരെ. പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തെ അങ്ങ് സ്നേഹിച്ചു പോയി. എപ്പോഴൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചു, എപ്പോഴൊക്കെ ഉമ്മ കൊടുത്തു. തിരുവത്താഴ മാത്രമല്ല, അല്ലാതെ പ്രൈസ് ദി ലോർഡ്. എപ്പോഴൊക്കെ കൈ കൊടുത്തു, എപ്പോഴൊക്കെ അവരെ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചു. അതിപ്പോഴും തൊണ്ടയിലിരിക്കുന്നു. എങ്ങനെ അവരെ കൊല്ലും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അത് ദഹിച്ചിട്ട് കൊല്ലാന്ന് വെച്ചാൽ അത് നടക്കുന്നില്ല. അടുത്ത് ഇനി വിരുന്നിന് വിളിക്കുമ്പോൾ പിന്നെ അതൊക്കെ മാറും. അപ്പോൾ ഒരു രക്ഷയില്ല മോശയ്ക്ക്. ഇവരെ ഒന്ന് മോശ പറയുകയാണ്, ദൈവമേ ഇവരെ അങ്ങ് വിടണം. എന്നെ അങ്ങ് കൊന്നാലും കുഴപ്പമില്ല, ഞാൻ അങ്ങ് മരിച്ചോലെ. എൻ്റെ സമയദോഷത്തിനാണ് ഞാൻ അന്നത്തെ ദിവസം ഇവിടെ വന്നത്, ആ മുൾപ്പറപ്പിൻ്റെ അവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് മോശ പറയുക. പക്ഷെ മോശയുടെ ദൈവം പറഞ്ഞില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. എടാ, ഞാനല്ലേ വിളിച്ചത്, ഞാനല്ലേ വരെ വിളിച്ചത്. ഈ മാറയെ ഉണ്ടാക്കിയത് ഞാനല്ലേ.
റൂട്ട് റെഡിയാക്കിയത് ഞാനല്ലേ, ചെങ്കടൽ റെഡിയാക്കിയത് ഞാനല്ലേ. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ പണ്ട് ഒളിച്ചു വെച്ച വിശുദ്ധമായ കരങ്ങളെ ഒരിക്കൽ ഞാൻ നിന്റെ മാർവിടത്തിൽ ഇടാൻ പറഞ്ഞപ്പോൾ അപ്പോഴല്ലേ നിന്റെ ഒറിജിനൽ കൈയുടെ രൂപം നീ കണ്ടത്? അത് കുഷ്ഠരോഗമായിരുന്നു. പരിമല തിരുമേനിയുടെ കയ്യ പോലെ വെച്ചിരുന്നതാണ് മോശ. ഞാൻ വിശുദ്ധനാണ്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞു, നിന്റെ കൈ ഒന്ന് ഹൃദയത്തിലൂടെ ഇടായി. നോക്കിയപ്പോൾ കുഷ്ഠം. പലരുടെയും കൈ അങ്ങനെയാ. നമ്മൾ വിചാരിക്കും വിശുദ്ധം ഒന്ന് ദൈവം പറയുന്ന പോലെ ഒന്ന് കൈ ഇട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് കുഷ്ഠം. ഹല്ലേലൂയ. കുഷ്ഠം പിടിച്ച് കഷ്ടം പിടിച്ചിരുന്ന യവനെ ദൈവം വേർതിരിച്ച് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തെങ്കിൽ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, നീ മാറ കണ്ട് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഇത് ചെറിയൊരു പരിപാടിയല്ല, കൈപ്പല്ല. ഞാൻ എന്തിനാണ് ഈ ജനത്തെ റൂട്ട് മാറ്റി കൊണ്ടുപോകുന്നത് നിനക്കറിയാമോ? എന്റെ വേർതിരിച്ച് വിളിച്ച് ഞാൻ വിളിച്ച എന്റെ ജനത്തിന്റെ കാല് സ്പർശിക്കുന്ന ഇടത്തിലുള്ള ശാപങ്ങളെ പൊട്ടിക്കാൻ, എന്റെ ജനം കാല് വയ്ക്കുന്ന സ്ഥലങ്ങളെ വിശുദ്ധ ഭൂമിയാക്കി മാറ്റാൻ, എന്റെ ജനത്തെ ഈ മാറ ഇന്നലെ ഉണ്ടായതല്ല, ഇത് നൂറ്റാണ്ടുകളായി വർഷങ്ങളായി ഇത് കയ്പ് നിറഞ്ഞതാണ്. എന്റെ ജനം കാല് വച്ചാലേ ഈ കയ്പ് മാറത്തുള്ളൂ. ഇന്ന് പകൽ നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ വിളി, നിന്റെ ശുശ്രൂഷ, നിന്റെ റൂട്ടുകൾ ദൈവം മാറ്റി പിടിക്കുന്നത് എന്താണെന്നറിയാമോ? നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നീ പറയുമല്ലോ, എനിക്ക് എവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി, ഈ ശുശ്രൂഷ എനിക്ക് വേണ്ട, ഈ മിനിഷി എനിക്ക് വേണ്ട, ഈ നെടുമങ്ങാട് എനിക്ക് വേണ്ട, ഈ കാരറ്റ് എനിക്ക് വേണ്ട, എനിക്ക് പാലോടും വേണ്ട, വിതരയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നീ നിലവിളിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നൂറ്റാണ്ടുകളായി വ്യാപരിക്കുന്ന കയ്പിന്റെ ശക്തികളെ തകർക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ കൊണ്ടുവന്നത്, നിന്നെ വിളിച്ച് വേർതിരിച്ച എനിക്കറിയാം. ഞാനല്ല വിടുവിക്കേണ്ടത്, നിന്റെ കാൽപാദം പതിയുന്ന ഇടങ്ങളിൽ പിശാചിട്ടിരിക്കുന്ന കയ്പിന്റെ ശക്തികളെ തകർക്കാനുള്ള ഒരു അഭിഷേകം ഇന്ന് പകൽ നിന്റെ കാൽ കീഴിലുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ് കയ്പ് നോക്കിക്കൊണ്ടിരിക്കരുത്. അടുത്തിട്ട് പറഞ്ഞിട്ട് കയ്പ് നോക്കിക്കൊണ്ടിരിക്കരുത്. മോശയും ജനവും പിന്നെയും കുറച്ച് ദിവസമായിട്ട് പറയുകയാണ്, വയറ് കഴിക്കുന്നു വാ കഴിക്കുന്നു, വയറ് കഴിക്കുന്നു വാ കഴിക്കുന്നു, വയറ് കഴിക്കുന്നു വാ കഴിക്കുന്നു. പോണം, എനിക്ക് പോണം, എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് ആ ഉള്ളി മതി, വെള്ളരിക്ക മതി, ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം, സവാള ഒക്കെ ഇങ്ങനെ ആത്മാവിൽ കയറി വരിക, എനിക്കങ്ങ് പോണം. പ്രൈസ് ദി ലോർഡ്. അവിടെ കിടന്ന് നിലവിളിച്ചതാ പോകണമെന്ന്, അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് പോകണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിലവിളി, ഞങ്ങളുടെ കണ്ണുനീര് കേൾക്കുന്നില്ല, ദൈവം ഇവിടെ ജീവനുള്ളൊരു ദൈവമുണ്ടോ, ഞങ്ങൾ ഇവിടെ നിന്ന് എന്തുകൊണ്ട് പിടിപ്പിക്കുന്നില്ല, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, നിലവിളിച്ച് കരഞ്ഞപ്പോൾ ദൈവം പറയുന്നു, ആ എൻ്റെ ജനത്തിന്റെ നിലവിളി എൻ്റെ സ്വർഗത്തിലെത്തി, അതുകൊണ്ട് മോശയെ തിരഞ്ഞെടുത്തതാണ്. ഇപ്പൊ ജനം പറയും ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അപ്പോൾ ദൈവം പറഞ്ഞു, ഈ കയ്പിന്റെ വിഷയം സംസാരം അങ്ങ് നിർത്ത്. നീ ആ കയ്പ് മാറ ഇവിടെ കരയിലോട്ട് നോക്ക്, ഒരു വൃക്ഷം അവിടെ പോണ്ട്. നിങ്ങൾ കയ്പേ കണ്ടുള്ളൂ, പരിഹാരം തരുന്ന ഒരു വൃക്ഷം അതിന്റെ ചുവട്ടിലുണ്ട്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതെപ്പോ വന്നോ? ഈ മരത്തിന്റെ ആയുസ് വല്ലതും നിനക്ക് നിശ്ചയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ഞാൻ ദൂത് പറയുമ്പോഴേ മരവും നട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിനോട് എന്റെ ജനത്തെ കൊണ്ടുവരുമെന്ന് 4-ാം തലമുറ സന്ദർശിക്കുമെന്ന് ദൂത് പറഞ്ഞപ്പോഴേ ഈ മരത്തെ ഞാൻ നട്ടു കഴിഞ്ഞു. നിന്റെ കയ്പിന്റെ പരിഹാരവും നിന്നെ വേളിച്ച് വേർതിരിച്ചപ്പോഴേ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നീ അനുഭവിക്കേണ്ട സകല കയ്പും അതിനുള്ള പരിഹാരവും നിന്റെ കണ്ണ് തുറന്ന് നോക്കിയാൽ നിന്റെ കരയിലുണ്ട്, നിന്റെ അടുത്തുണ്ട്. മോശയോട് ദൈവം പറയുകയാണ്, ഈ മരത്തെ വെട്ടി അങ്ങോട്ടിട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് ഏത് കയ്പിൽ വീണാലും ആ കയ്പിനെ അങ്ങ് വലിച്ചെടുക്കും, എന്നിട്ട് തിരിച്ച് മധുരം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ. ഈ കയ്പിന്റെ പ്രത്യേകതയാണ്, ഏത് കയ്പിനെയും, ഏത് ശാപത്തെയും, ഏത് രോഗത്തെയും, ഏത് പാപത്തെയും, ഏത് അകൃത്യങ്ങളെയും, ഏത് ലംഘനങ്ങളെയും വലിച്ചു കുടിച്ചിട്ട്
അതിന് പകരം നിനക്ക് തിരിച്ച് മധുരം തരുന്ന ഒരു വൃക്ഷം, ജീവവൃക്ഷം, അതത്ര ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു. യെസ്, ഹല്ലേലൂയ. അവിടെ കാണിച്ചത് യേശു ക്രിസ്തുവിന്റെ നിഴല. പ്രൈസ് ദി ലോർഡ്. ആ യേശു കർത്താവ് ഇന്ന് പകല് ലാസറിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തു 11-ാം അധ്യായത്തിൽ കരഞ്ഞ് നിലവിളിച്ച് തകർന്നിരുന്ന മാർത്തയുടെയും മറിയുടെയും മുമ്പിൽ വന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇവിടെ ലാസറിനെ വെച്ചിരിക്കുന്ന സ്ഥലം എനിക്കൊന്ന് കാണണം. ജീവവൃക്ഷം വന്നെന്ന് ഫ്രണ്ട് നിൽക്കുക. മരണത്തിന് ശേഷം 4-ാമത്തെ ദിവസമായി. മാർത്ത ഓടി ചെന്ന് മറിയോട് പറഞ്ഞു. മറിയ ഓടി വന്ന് ഗുരുവിൻ്റെ കാൽ കീഴിൽ പിടിച്ചു. മറിയ 3-4 പ്രാവശ്യമേ 4 പ്രാവശ്യമൊക്കെയാണ് ഈ 3 പ്രാവശ്യമേ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന സംഭവം. 1, വചനം ധ്യാനിക്കാൻ. 2, തൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കയ്പിൻ്റെ അനുഭവം വന്നപ്പോൾ തൻ്റെ ഗുരുവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു മറിയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3-ാമത് മറിയ ഇരുന്നത് വിടുതൽ കിട്ടിയപ്പോൾ സുഗന്ധ തൈലവുമായി കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവൻ്റെ പാദം കഴുകുന്ന ഒരു മറിയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ചോദിച്ചു, മറിയേ, മാർത്തേ, അവരോടുകൂടി കർത്താവ് കരഞ്ഞു. ഞാൻ സന്ദർശിച്ച, ഞാൻ സ്നേഹിച്ച എൻ്റെ ഭവനത്തിൽ ഒരു കയ്പ് വന്നാൽ, പ്രൈസ് ദി ലോർഡ്, അതിനെ മാറ്റാൻ, അതിനെ മധുരമാക്കാൻ ഞാൻ വരാതിരിക്കുമോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എൻ്റെ ജനത്തിൻ്റെ മാറയുടെ അവസ്ഥ മാറ്റിയ അതേ ജീവവൃക്ഷമാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ അത് മാറ പിന്നെ കഴിച്ചിട്ടില്ല. ഒരിക്കൽ കഴിച്ചതേ ഉള്ളൂ. പിന്നെ ഇന്ന് വരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കയ്പ് വരാത്ത വിധം ഇന്ന് പകൽ നസ്രായനായ യേശു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവൻ മാത്രം വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ എൻ്റെ ദൈവം പറയുകയാണ്, കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഒരുപാട് നാളുകളായി പ്രതീക്ഷിക്കാത്ത, നിലയ്ക്കാത്ത നാഴികകളിൽ നിന്റെ ലൈഫിൽ ആഞ്ഞടിച്ചിരിക്കുന്ന ഈ കയ്പിന്റെ അനുഭവം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, കരഞ്ഞ് നിലവിളിച്ച് തകർന്ന് ചുറ്റുപാടുമുള്ളവരും ദേശക്കാരും സകല നാട്ടുകാരും നിന്നെ നോക്കി ഹല്ലേലൂയ സ്തോത്രം, എന്തിനിതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ഗുരുവിന്റെ കാല് പിടിച്ച് കരയാൻ, ഗുരുവിന്റെ കാല് പിടിച്ച് കരയാൻ ഇന്ന് ഇതിനകത്ത് ഏതെങ്കിലും മറിയമാരുണ്ടോ? ഏതെങ്കിലും വ്യക്തി ഇന്ന് പകല് എന്റെ ഗുരുവേ, എന്റെ നാഥ, എന്റെ ദൈവമേ, മശിഹേ, യേശുവേ, ഇമ്മാനുവേലേ, ഇന്ന് പകൽ ഞാൻ അങ്ങയുടെ കാൽ കീഴിൽ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എന്റെ ലൈഫിലുള്ള കയ്പിന്റെ അവസ്ഥയെ ഒന്ന് മാറ്റി തരാൻ നിനക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, നാറുന്ന നാറ്റം വെച്ചിരിക്കുന്ന ആ വിഷയത്തിന്റെ അടുത്തിൽ എന്നെ ഒന്ന് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അവിടെ ചെന്ന് വിളിച്ചു പറയുകയാണ്, ലാസറെ ജീവൻ പ്രാപിച്ചു വരാമെന്നല്ല, ലാസറെ പുറത്ത് വരിക. കാരണം ഓൾറെഡി ജീവനുള്ളവൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക, ജീവൻ വന്ന് നിൽക്കുക അവിടെ. അപ്പോൾ തന്നെ ലാസറിന് ജീവൻ വന്നു. യേശു നിന്റെ വീട്ടിനകത്ത് നിന്റെ ലൈഫിൽ വന്നാൽ തന്നെ നിനക്ക് ജീവൻ അങ്ങ് വെക്കുക. ഈ ജീവനില്ലാതെ നിന്റെ അടുക്കൽ മയിൽക്കുറ്റി പോലെ ആരെങ്കിലും ഇരുന്നാൽ അവൻ ചത്തവനാണ്. അവൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ശവക്കോട്ട ഇരിക്കേണ്ടവനാ. ഇന്ന് പകല് യേശു നിന്റെ അകത്ത് വന്നാൽ, ഇന്ന് കർത്താവ് പറയാം, നിന്റെ അകത്ത് ജീവൻ വന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ജീവനുള്ളവരെല്ലാം, യേശു വന്നിട്ടുള്ളവരെല്ലാം ഇന്ന് പകല് വായ്കളെ തുറന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് ആത്മനിറവിനൊന്ന് ആരാധിച്ചട്ടെ. ഹല്ലേലൂയ ജീസസ്. ആകെ ശവക്കോട്ടയിൽ മാത്രമേ മൗനതയുള്ളൂ. മൗനം, മിണ്ടാതെ വായും പൂട്ടിയിരിക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞ ശവക്കോട്ടയാണ്. പക്ഷേ ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞ യേശു വസിക്കുന്ന സ്ഥലം, അവിടെ ജീവനുള്ള സ്ഥലം, അവിടെ വായ്കളെ തുറക്കണം, അവിടെ ആരാധിക്കണം. ജീവനുള്ളതൊക്കെയും ദൈവത്തെ ആരാധിക്കട്ടെ. Hallelujah, Jesus' name. Oh, രേഖമാനവ ശന്ധരവ രക്ഷഭാരവ. അന്യഭാഷകളിൽ ആത്മനിറവില് അന്യഭാഷകൾ പറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അന്യഭാഷകൾ പറഞ്ഞ ദൈവസന്നിധിയിൽ ശക്തിയോടെ ഇന്ന് പകൽ ഉയർപ്പിന്റെ ശക്തി,
മരിച്ചവർ എഴുന്നേക്കുന്ന നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ സൗഖ്യമാകുന്ന, തൈറോയിഡുകൾ സൗഖ്യമാകുന്ന, യെസ്, എത്രയോ വർഷങ്ങളായി പഴക്കം ചെന്ന ചില വ്യാധികൾ ഇന്ന് നിന്റെ ശരീരത്തിനകത്തു നിന്നും കെട്ടുപൊട്ടി പുറത്തു വരട്ടെ. ദുരാത്മാക്കൾ അഴിയട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ, പാരമ്പര്യങ്ങൾ അഴിയട്ടെ. കൈപ്പിനെ ഇട്ട് ഭാരപ്പെടുത്തി നൂറ്റാണ്ടുകളായി വാദിച്ചു നിൽക്കുന്ന ചിലത് ഇന്ന് പകൽ ഉയർപ്പിന്റെ നാഥൻ, ജീവന്റെ നാഥൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ പൊട്ടുകയാണ്. ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടുകയാണ്. ചില ശാപങ്ങൾ ഇന്ന് പകൽ പൊട്ടുകയാണ്. ചില കയറുകൾ, അമ്മി കയറുകൾ പൊട്ടുകയാണ്. നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില ശാപശക്തികൾ. യെസ് 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 യെസ്, ഫയർ, തീ തീ, യെസ്, ഫയർ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, അഴിയട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാ. ചിലത് അഴിയുകയാ. നിന്റെ ശരീരം വിട്ട് അഴിഞ്ഞു വരട്ടെ. കൈവശങ്ങൾ അഴിയട്ടെ, കൈവശ ശക്തികൾ അഴിയട്ടെ, വിരാത്മാക്കൾ അഴിയട്ടെ, പാരമ്പര്യ ശാപങ്ങൾ അഴിയട്ടെ, ബിസിനസിനെ തകർക്കുന്ന ശക്തികൾ, ദാരിദ്ര്യത്തിന്റെ ശക്തികൾ ഇപ്പോൾ ഫയർ. അഴിഞ്ഞു മാറുന്നു, അഴിഞ്ഞു മാറുന്നു, അഴിഞ്ഞു മാറുന്നു. ചിലത് അഴിഞ്ഞു മാറുകയാണ്, ചിലത് അഴിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. തലമുറകളുടെ മേൽ ഇന്ന് പകലൊരു ജീവൻ, ജീവൻ അഭിഷേകമില്ലാത്തവന്റെ മേൽ ഇന്ന് പകലൊരു അഭിഷേകം. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവരുടെ മേൽ ദൈവത്തിന്റെ തീ, ഫയർ. ജീവൻ, 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 ജീവൻ. അഭിഷിക്തന്മാരെ ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി ഇവിടെ ഇറങ്ങുകയാണ്. 30 ലക്ഷം പേരെ വിടുവിക്കുന്ന ചില മോശമാരെ ഇന്ന് പകൽ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ഇതുപോലെ ജീവനകത്ത് കയറിയപ്പോൾ നമ്മളെല്ലാ മെസ്സേജുകളും കേട്ട് അറിവ് നേടി പോകുന്നവരാകരുത്. അതാണ് പെന്തക്കോസിന്റെ ഏറ്റവും വലിയ ശാപം. നമ്മൾ കൈയടിച്ച് കുറച്ചു നേരം വചനം കേട്ട് കൈയടിച്ചിട്ട് പോയാൽ ഇതകത്ത് കയറത്തില്ല. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ കിടക്കുന്ന വചനം തീ ഇറങ്ങുമ്പോൾ അത് വെന്ത് ഭാഗമായി അത് നിന്നിൽ ജീവനായി വ്യാപരിക്കും. നമ്മുടെ സഭ റിവൈവൽ സഭയാണ്. നമ്മുടെ സഭ ഉണർവിന്റെ സഭയാണ്. നമ്മുടെ സഭ ഇന്ത്യയെ ഉണർവിലോട്ട് നടത്താനുള്ള സഭയാണ്. 30 ലക്ഷം പേര് വന്ന് ആരാധിക്കേണ്ട സഭയാണ്. യേശുക്രിസ്തു എന്താ ലാസറിന്റെ വീട്ടിൽ വന്നത്? പെസഹ പെരുന്നാളിന് പോകാത്തെന്താ? പെരുന്നാളിന് അവിടെ എന്താ കുറെ കാളയും ആടിനെ അറുത്ത് അതിന്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. അവിടെ ആരാധന എന്ന് പറയുന്നതല്ല, അവിടെ മൃഗങ്ങളെ യാഗം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാരമ്പര്യമായി പോയി അവിടെ മൃഗങ്ങളെ കൊണ്ടുവന്ന് അവരുടെ പാപത്തിന് ഒത്തവണ്ണമുള്ള യാഗങ്ങളൊക്കെ നടത്തി മൃഗങ്ങളുടെ കൂട്ടക്കരച്ചിൽ നടക്കുന്ന ഇടത്ത് കർത്താവ് പോയില്ല. അതിന് പകരം ആവശ്യമുള്ള കൈപ്പൊൾ നീര് കുടിക്കുന്ന വീട്ടിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് എല്ലാ സഭകളിലും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് പരിജ്ഞാനമുള്ള ദൈവമാണ്. അവൻ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നവനല്ല. അവൻ പെരുന്നാളുകൾക്ക് പങ്കെടുക്കാൻ പോകുന്നവനല്ല. അവൻ കുരുത്തോലയും പിടിച്ചു പോകാൻ ഇറങ്ങിയവനല്ല. അവൻ മൃഗങ്ങളെ യാഗം നടത്താൻ പോകുന്നവനല്ല. അവൻ ഇന്ന് ബീഫും ഇറച്ചിയും മട്ടനും വെക്കുന്ന കടയുടെ മുമ്പിലല്ല. ഇന്ന് അവൻ നിൽക്കുന്നത് ചിലരെ വിടുവിക്കാനാ. അവൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ചിലരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ. നമ്മുടെ ശുശ്രൂഷകൾ പാരമ്പര്യങ്ങളെ പൊട്ടിക്കുന്നതാകണം. കാരണം യേശു ചെയ്തത് പാരമ്പര്യങ്ങളെ അവൻ തകർത്തു. ഓൾറെഡി ഓശാന ഞായറാഴ്ച എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ ദിവസം തന്നെ യേശു ക്രിസ്തു താൻ യാഗമായി സമർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാടാണെന്ന് കാണിക്കാൻ കഴുതയുടെ പുറത്ത് അവിടെ ചെന്നിരുന്നു. ഹല്ലേലൂയ. ഒരിക്കലും ആരും കയറിയിട്ടില്ലാത്ത കഴുതയാണ് ദൈവം ഉപയോഗിച്ചത്.
അതിന്റെ അർത്ഥം ഒരു മനുഷ്യനും ദൈവത്തെക്കാൾ ഉപരിയായി പ്രാധാന്യം കൊടുക്കാത്ത ഹൃദയം ഇന്ന് പകൽ യേശുവിന് വേണം. കർത്താവ് സെക്കൻഡ് ഹാൻഡിന്റെ പുറകെ പോയില്ല. ദൈവം പറഞ്ഞു, എനിക്ക് സഞ്ചരിക്കാൻ 100, 750, 800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച വാഗ്ദത്തമുള്ള ഒരു കഴുതയുണ്ട്. എല്ലാ വാതിലിലൂടെ കയറുന്നത് പോലെ അവിടെ ഒരുപാട് വാതിലുണ്ട്. പക്ഷേ കർത്താവ് കയറിയത് കിഴക്കേ വാതിലിലൂടെ. പ്രൈസലോ, ഗോൾഡൻ വാതിലിലൂടെ അകത്ത് കയറി, കിഴക്കേ വാതിലൂടെ അകത്ത് കയറി. AD 30 കർത്താവ് കഴുതയുടെ പുറത്ത് അകത്ത് കയറി. AD 70 ആ വാതിൽ അടച്ചു. ഇന്ന് വരെ അത് തുറന്നിട്ടില്ല. എപ്പോ തുറക്കും? ഒലിവുമലയിൽ കർത്താവ് കാല് ചവിട്ടുമ്പോൾ കിഴക്കേ വാതിൽ തുറക്കും. ഹല്ലേലൂയ. താൻ ഒരു ബലിമൃഗമാണെന്ന് കാണിക്കാൻ, തന്നെത്താൻ കാണിക്കാൻ ന്യായപ്രമാണത്തിന്റെ ഇതനുസരിച്ച് യേശുക്രിസ്തു കഴുതയുടെ പുറത്ത് അവിടെ കയറിയപ്പോൾ ഒരു കാലത്തും കയറാൻ സാധിക്കാത്ത കഴുതയുടെ തലമുറയിൽ ആദ്യമായ ഒരു കഴുതയ്ക്ക് ഒരു യെരുശലേമിന്റെ വീതിക്കകത്ത്, ആലയത്തിനകത്ത്, ദേവാലയത്തിനകത്ത് പ്രവേശനം കിട്ടിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള ആർക്കും പ്രവേശനമില്ലാത്ത ഈ നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി ദൈവം നമ്മെ തിരഞ്ഞെടുത്തല്ലോ. ആലയത്തിനകത്ത് യേശു കയറിയപ്പോൾ കയറാൻ സാധിച്ച യോഗ്യതയില്ലാത്ത കഴുതയും കയറി. അവിടെ ജനം ആർത്ത് വിളിച്ചു ഹോശാന. എന്താ അതിന്റെ അർത്ഥം? ദൈവമേ രക്ഷിക്കണേ. ഹല്ലേലൂയ. മശികയാണെന്ന് അറിയാതെ യേശു അകത്ത് കയറിയപ്പോൾ ജനം വിളിച്ചുറഞ്ഞ് രക്ഷിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ. ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആലയത്തിൽ വെളിപ്പെട്ടു. വെളിപ്പെട്ടപ്പോൾ യേശു ചാട്ടവാറെടുത്തു. പ്രാവുകളെയും മൃഗങ്ങളെയും കൊണ്ടുവന്ന എല്ലാവരെയും അടിച്ച് തൂത്തുവാരി ദൂരെ കളഞ്ഞു. എന്റെ ആലയം പ്രാർത്ഥനാലയമാണ്. ഇത് ബിസിനസ് നടത്തുന്ന ആലയമല്ല, ഇത് വ്യാപാരശാലയല്ല, ഇത് വ്യഭിചാരശാലയല്ല, ഇത് അന്യാരാധനയുടെ സ്ഥലമല്ല. ഇത് എന്റെ ആലയം, പ്രാർത്ഥനാലയം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാ യേശു പെരുന്നാളിന് പോകാതെ ഇവിടെ ലാസറിന്റെ വീട്ടിൽ വന്നത്. ഓൾറെഡി പോയി കാണിച്ചു. ഹല്ലേലൂയ. അവിടെ ഇസ്കരിയോത്ത് യൂദ എന്ന് പറയുന്നവൻ കാത്തു നിൽക്കുകയാണ് യേശുവിനെ കാണിച്ചുകൊണ്ട്. എന്താ അവന്റെ പേരിന്റെ അർത്ഥം? കെരിയോത്ത്. മോവാബിന്റെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് കെരിയോത്ത്. എല്ലാ മോവാബിയരും അഭിഷിക്തന്മാരെ ഒറ്റി കൊടുക്കുന്നവരാ. ഇവിടെതാ ഇസ്കരിയോത്ത് യൂദ ഒറ്റി കൊടുക്കാൻ കാത്തു നിൽക്കുന്നു. അവന്റെ ദേശത്തിന്റെ ശാപം അവന്റെ മേൽ കിടക്കുക. അവൻ മോവാബിയന്റെ ശക്തി അവന്റെ വ്യാപരിക്കുക. തന്നെ അനുഗ്രഹിച്ച അഭിഷിക്തനെ ഒറ്റി കൊടുക്കാൻ പണക്കിഴിയുമായി അവൻ അവിടെ കാത്തു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില മോവാബിന്റെ ശക്തികൾ ഇവിടെ പൊട്ടട്ടെ. ചില ഒറ്റിക്കൊടുക്കലിന്റെ ശക്തികൾ ഇവിടെ പൊട്ടട്ടെ. അഭിഷിക്തന്മാരെ ഒറ്റിക്കൊടുക്കുന്ന മോവാബിന്റെ ശക്തിയാണോ നിനക്ക് വേണ്ടത്? അഭിഷിക്തന്മാരെ വെല്ലുവിളിക്കുന്ന ഇസബേലിന്റെ ശക്തിയാണോ നിനക്ക് വേണ്ടത്? അഭിഷിക്തന്മാർ കുഴിക്കുന്ന കിണറുകളെ മൂടുന്ന ഫെലസ്തീന്റെ ശക്തിയാണോ നിനക്ക് വേണ്ടത്? അഭിഷിക്തന്മാരോട് മത്സരിക്കുന്ന കോരഹിന്റെ ശക്തിയാണോ വേണ്ടത്? കൂലി മോഹിച്ച് പ്രവചിക്കുന്ന ബിലയാമിന്റെ ശക്തിയാണോ നിനക്ക് വേണ്ടത്? ഇന്ന് ആ ശക്തികളൊക്കെ തകരണം. അതിനാ ഈ ഉയർത്തെഴുന്നേൽപ്പ് ഞായറാഴ്ച. നീ ഇവിടെ ഇരിക്കുമ്പോൾ വെളിപ്പാടില്ലാതെ യേശു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അകത്ത് ഈ മോവാബിന്റെ ശക്തി പൊട്ടണം, ഇസബേലിന്റെ ശക്തി പൊട്ടണം, ബിലയാമിന്റെ ശക്തി പൊട്ടണം, കോരഹ് പുത്രന്മാരുടെ ശക്തി പൊട്ടണം, ഫിലിസ്തീയ ശക്തികൾ പൊട്ടണം. ആരാധനയ്ക്ക് വിടാത്ത ഫറവോന്റെ ശക്തികൾ ഇന്ന് പകൽ പൊട്ടണം. കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ഇന്ന് പുറത്തു കൊണ്ടുവരാൻ പോയ. ഹല്ലേലൂയ. എന്തിന്റെ കർത്താവ് ഇവിടെ വന്നത്? ലാസറിന്റെ വീട്ടില്. ലാസറിന്റെ ഒറ്റ വിളി, എഴുന്നേറ്റു. ഹല്ലേലൂയ. 12-ാം അധ്യായം വന്നപ്പോൾ വിളിക്കാതെ യേശു ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിരുന്നപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നത്, ഇതിനു മുമ്പ് ആ സ്ഥലത്തിന്റെ പേര് ബെഥാനി എന്നായിരുന്നു. പക്ഷേ സ്ഥലത്തിന്റെ പേര് മാറി. ലാസർ, മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ലാസറിന്റെ ഗ്രാമമായ ബെഥാനിയ. ദൈവം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്താൽ
പിന്നെ ആ ദേശം അറിയപ്പെടുന്ന നിന്റെ പേരിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേര് മനസ്സിലാക്കുന്നു? ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തു ആ വീട്ടിനകത്തോട്ട് കയറി ചെന്നപ്പോൾ യേശു അറിഞ്ഞത് ഇങ്ങനെയാണ്: ലാസർ മരിച്ചവനായിരുന്നു, പക്ഷെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ സ്ഥലത്തിന്റെ പേര് മാറി. ആ സ്ഥലത്തിന്റെ പേര് മാറി. സ്ഥലത്തിന്റെ പേര് മാറിയതുപോലെ നിന്റെ പേരിൽ ഭാര്യാപുരം എന്നറിയപ്പെടുന്നത്, ഭാര്യാപുരം യോനാച്ചൻ എന്ന പ്രവാചകന്റെ പേരില്ല. കൂടല്ലൂർ എന്നറിയപ്പെടുന്നത് കൂടല്ലൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആളിന്റെ പേരില്ല. അങ്ങനെയെങ്കിൽ ഇനി ഈ നെടുമങ്ങാടെന്ന് അറിയപ്പെടുന്നത് ശ്രീജുവിന്റെയും ഷിജുവിന്റെയും ജോസിന്റെയും ഷിബുവിന്റെയും നിന്റെ പേരിൽ നിന്റെ ദേശം അറിയപ്പെടാൻ പോകുന്നു. നിന്റെ പേരിൽ നിന്റെ ദേശം അറിയപ്പെടാൻ പോകുന്നു. നെടുമങ്ങാടെന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അഭിഷിക്തന്മാരുടെ പേരിൽ സ്തോത്രം. വാ മൂടിക്കെട്ടി, കയ്യും കെട്ടി കാലും കെട്ടി മൂക്കിൽ പഞ്ഞിയും വെച്ചവനാ. മൂക്കിൽ പഞ്ഞി വെച്ചത് അറിയാതെ എങ്ങനെ തുമ്മി അവൻ വെളിയിൽ ശ്വാസം എടുത്ത് വരരുത്. കാല് കെട്ടിയത് അബദ്ധത്തിലെങ്ങാനും എഴുന്നേറ്റാൽ അവൻ ഒരു കാലത്ത് എഴുന്നേറ്റ് നടന്നു കയറി വരരുത്. പ്രൈസ് ദി ലോർഡ്. വാ മൂടി കെട്ടിയത് ജീവൻ വെച്ച എന്നെ രക്ഷിക്കണേ, ഞാൻ മരിച്ചില്ലെന്ന് വിളിച്ച് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഇവൻ എഴുന്നേറ്റ് വരരുത്. ആര് കെട്ടി? ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ഒരു കെട്ട്, ഒടുക്കത്തെ കെട്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ ഒടുക്കത്തെ കെട്ടിനെ യേശു പൊട്ടിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.